मुनशरे फरमा देते। അതുകൊണ്ടാണ് ഹദീസിൽ പറയുന്നത് ദീനിന്റെ ഇൽമ് നൂറ്, ദീനിന്റെ നൂറ് പ്രകാശം ഹൃദയത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഹൃദയം തുറക്കപ്പെടുന്നതാണ്, വിശാലമാക്കപ്പെടുന്നതാണ്. सहाबा ने पूछा फमा अलामतु ज़ालिका या रसूल अल्लाह, ये अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम इसका क्या मतलब है, कैसे पता चलेगा कि हमारा दिल सीना खुल गया है? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അലാമത്ത് എന്താണ്, അടയാളം എന്താണ്? ഞങ്ങളുടെ ഹൃദയങ്ങൾ നൂറ് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ ഹൃദയങ്ങൾ വിശാലമാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളം എന്താണ്? तो आपने तीन अलामतें बयान फरमाई। മൂന്ന് അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. अत-तजाफी अन दारिल गुरूर, कि इस धोखे के घर से दुनिया से बेरगबती पैदा होगी। ഒന്നാമത്തെ കാര്യം ഈ ചതിയുടെ വീടായ ദുനിയാവിൽ നിന്നും വിരക്തി ഉണ്ടായിത്തീരലാണ്. वल इनाबतु इला दारिल खुलूद, जन्नत का व आखिरत का शौक बढ़ेगा। ജന്നത്ത് സ്വർഗത്തിന്റെയും ആഖിറത്തിന്റെയും ആഗ്രഹം ഹൃദയത്തിൽ വർദ്ധിക്കലാണ്. अल्लाह से मुलाकात का शौक बढ़ेगा। അള്ളാഹുവായിട്ട് കണ്ടുമുട്ടുന്നതിനുള്ള ആഗ്രഹവും അത്യാഗ്രഹവും മനസ്സിൽ ഹൃദയത്തിൽ ഉണ്ടായിത്തീരലാണ്. अल्लाह पाक की मोहब्बत दिल में बढ़ती चली जाएगी। അള്ളാഹുവായിട്ടുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ കൂടി വരേണ്ടതാണ്. उसी के शौक और इश्तियाक में आदमी जिएगा। അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലും അതിന്റെ സന്തോഷത്തിലും മനുഷ്യൻ ജീവിച്ചുകൊണ്ടേയിരിക്കും. वल इस्तिअदादु लिल मौत क़ब्ल नुज़ूलिही, आदमी मौत से पहले मौत की तैयारी में लग जाएगा। മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് മരണത്തിനുള്ള തയ്യാറെടുപ്പിൽ മുഴുകിക്കൊണ്ടേയിരിക്കും. ये तीन अलामतें बयान फरमाई। ഈ മൂന്ന് അടയാളങ്ങൾ പറയുന്നു. हम हजरत अली रदी अल्लाह अन्हु के इस वाक़ये में देखेंगे तो तीनों अलामतें मिलेंगी। റസൂലുള്ളാഹി അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ സംഭവത്തിൽ നമുക്ക് ഈ മൂന്ന് അടയാളങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. जब ये हालात सुनाए गए तो हजरत अली रदी अल्लाह अन्हु के ये हालात, तो हजरत मुआविया रदी अल्लाह अन्हु फूट फूट कर रोए, यहाँ तक कि उनकी दाढ़ी आंसुओं से तर हो गई। ഈ സംഭവങ്ങൾ പറഞ്ഞ് കേട്ട സമയത്ത് ഹദ്റത്ത് മുആവിയ റളിയല്ലാഹു തആല അൻഹു പൊട്ടി കരയാൻ തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ചാൽ കരിഞ്ചില്ലിന്റെ വെള്ളത്തിൽ ഇത് കണ്ണുനീര് വന്ന് സ്വന്തം താടി രോമങ്ങൾ അടക്കം നനയുന്ന രീതിയിൽ കരയാൻ തുടങ്ങി. हालांकि हम सब जानते हैं कि दोनों में इख्तिलाफ था। നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവർ രണ്ടാളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. दोनों के दरमियान में एक जंग हुई है, जंग सिफ़ीन, जिसमें तरफ़ैन से 1 लाख शहीद हुए थे। അതായത് രണ്ടാളും തമ്മിൽ അലി റളിയല്ലാഹു തആല അൻഹു മുആവിയ റളിയല്ലാഹു തആല തമ്മിലുള്ള ഇഖ്തിലാഫിന്റെ പേരിൽ സിഫീൻ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അതിൽ 1000-ഓളം ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. लेकिन दिल बिल्कुल पाक व साफ थे। പക്ഷെ ദീന് വളരെ സാഫായിരുന്നു, ക്ലിയർ ആയിരുന്നു. एक है इख्तिलाफ, एक है मुखालिफत। ഒന്ന് ഇഖ്തിലാഫാണ്, രണ്ടാമത്തെ മുഖാലിഫത്താണ്. इख्तिलाफ हो सकता है, ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസങ്ങൾ ആവാം, राय में इख्तिलाफ, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം, मिजाजों में इख्तिलाफ, നമ്മുടെ അതിന്റെ രീതിയിൽ വ്യത്യാസം ഉണ്ടാവാം. बल्कि फरमाया गया इख्तिलाफ उम्मती रहमतुन। അതായത് പറയപ്പെടുകയുണ്ട ഇഖ്തിലാഫ് എന്നാണ് ഉമ്മത്തിന് റഹ്മത്താണ്, അനുഗ്രഹമാണ്. लेकिन मुखालफत नहीं होना चाहिए, മുഖാലിഫത്ത് ഉണ്ടാവരുത്. मुखालिफत से मना किया गया। മുഖാലിഫത്തിനാണ് നമ്മൾ എതിർക്കപ്പെട്ടിരിക്കുന്നത്. ये इस्लाम में महमूद नहीं है। ഇത് ഇസ്ലാമിൽ ഒരിക്കലും നമുക്ക് പറ്റുന്ന കാര്യമല്ല. हाँ इख्तिलाफात होंगे, लेकिन दिल मिले हुए हो, मोहब्बतें हो आपस में। അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ അടുത്തിട്ടാവണം, സ്നേഹങ്ങൾ ഉണ്ടാവണം. एक दूसरे का अदब और एहतराम हो, ഓരോരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്നതായിട്ട് और മാറണം. एक दूसरे की चाहते हो, ഓരോരും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിക്കുന്നതായിട്ട് മാറണം. एक दूसरे को आगे बढ़ाने के जज्बे हो, ഓരോ ആൾക്കാരും പരസ്പരം സ്നേഹം കൂട്ടാനുള്ള ജസ്ബ ഉണ്ടായിത്തീരണം. और आपस की इज्तिमाइयत हो। ആ പരസ്പരം തമ്മിൽ യോജിപ്പ് ഉണ്ടാവണം. इन्हीं सिफ़ीन के दिनों में रूम के बादशाह ने खत लिखा हजरत मुआविया रदी अल्लाह अन्हु को। ഇതേ ഈ സിഫീന്റെ സമയത്ത്, സിഫീൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റോമിലെ ബാദ്ഷാ രാജാവ് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് കത്ത് എഴുതുന്നുണ്ട്. कि हमें पता चला है कि तुम्हारे साथी ने तुम पे जुल्म किया है, നമുക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളുടെ മേൽ അക്രമം നടത്തി എന്നുള്ളത്. लिहाजा तुम चले आओ हमारे पास, നിങ്ങൾ അവിടുന്ന് വിട്ടിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നോളി. हम तुम्हारा पूरा अदब और एहतराम करेंगे, ഞങ്ങൾ നിങ്ങളെ പൂർണ്ണമായും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തോളൂ. और तुम्हें बड़े ऊंचे मकाम पर നിങ്ങളെ रखेंगे, വലിയൊരു സ്ഥാനം ഞങ്ങൾ തന്നേക്കാം. और एक ऐसी बड़ी फौज देकर भेजेंगे कि उस फौज को लेकर तुम हजरत अली रदी अल्लाह अन्हु और उनके सारे साथियों को तुम कुचल सको। നിങ്ങൾക്ക് ഇത്രയും വലിയൊരു സൈന്യം നിങ്ങൾക്ക് ഞാൻ തരാം. ആ സൈന്യം കൊണ്ട് നിങ്ങൾ തിരിച്ചു പോയി അലി റളിയല്ലാഹു തആല അൻഹുവിനെയും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുള്ള എല്ലാ ആൾക്കാരെയും പൂർണ്ണമായി നശിപ്പിക്കാൻ തയ്യാറുള്ള സൈന്യത്തെ നിങ്ങൾക്ക് ഞാൻ തരാം. तो जैसे खत पहुंचा हजरत मुआविया रदी अल्लाह अन्हु के पास, ആ കത്ത് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിൽ എത്തിയപ്പോൾ उसको पढ़ने के बाद उसको पलटा, അത് വായിച്ചതിന് ശേഷം അദ്ദേഹം അതിനെ ഇങ്ങനെ തിരിച്ചിട്ടു. और पलट करके उसमें लिखा, അതിനുശേഷം അതേ കത്തിന്റെ ബാക്കിൽ എഴുതി. पहला ही जुमला बड़ा सख्त लिखा, ആദ്യത്തെ തന്നെ ജുംല വളരെ സ്ട്രോങ് ആയിട്ട് എഴുതി. और कहा कि ओ रूमी कुत्ते, ആദ്യത്തെ വാക്ക് ഓ റൂമി കുത്തേ എന്നാണ്. ये हमारा आपस का ये घर का मामला है,
ഇത് ഞങ്ങളെ വീട്ടിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ്. ये हमारे आपस के इख्तलाफात हैं, ഇത് ഞങ്ങളെ പരസ്പരം നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. लेकिन दिल में हर एक का अदब एहतराम है. ഞങ്ങളുടെ ഹൃദയത്തിൽ പരസ്പരം നല്ല ബഹുമാനത്തോടെയാണ് ഞങ്ങൾ രണ്ടുപേരും ഉള്ളത്. हजरत अली हमारे अपने बड़े हैं. ഹളത് അലി റളിയല്ലാഹു തആല എന്റെ വലിയ ആളാണ്, ഞങ്ങളുടെ സ്വന്തം ആളാണ്. अगर तेरी नापाक और नजिस निगाहें हम पर पड़ती हैं तो कान खोल कर सुन लो. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോളി. तो हजरत अली रदी अल्लाह अन्हु की तरफ से जो लश्कर चलेगा उसमें पहला शख्स मुआविया होगा जो तुम सबको कुचल के वही खंदकों में तुमको दफन कर दे. ഇവിടുന്ന് എങ്ങാനും റോമ സാമ്രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു സൈന്യം ഞങ്ങൾ വരികയാണെങ്കിൽ ഹദരത്ത് അലി റളിയല്ലാഹു തആലയുടെ കൂട്ടം ഏറ്റവും മുമ്പിൽ അലി റളിയല്ലാഹുവിന്റെ കൂട്ടത്തിൽ ഉണ്ടാകുന്ന ഈ മുആവിയ ആയിരിക്കും നിങ്ങളെ മുഴുവൻ ഞങ്ങൾ നശിപ്പിക്കാൻ തയ്യാറായിട്ട് അങ്ങോട്ട് വരുന്നവർ. तो आपस में बड़ा अदब एहतराम करते हैं. പരസ്പരം അവർ തമ്മിൽ വളരെ ബഹുമാനത്തോടെ ജീവിച്ചു. और अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम ने इसी पे उम्मत को उठाया था. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന്റെ മേലാണ് ഉമ്മത്തിനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയത്. कि आपस में अदब हो, एहतराम हो, मोहब्बतें हो പരസ്പര മര്യാദയോടുകൂടെയും ബഹുമാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടുകൂടെയും और अपने बड़ों की कदरदानी करना. നമ്മളെ ഉയർന്ന വലിയ ആൾക്കാരെ അവരെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ടിരിക്കണം. हमसे कुछ दिन पहले कोई लगे हो तो वो हमारे बड़े हैं. നമ്മൾ മുമ്പ് ദീന്റെ ദൈവത്തിന്റെ പരിശ്രമമായിട്ട് ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ വലിയ ആൾക്കാരാണ്. हमारे बड़े और पुरानों का जितना अदब एहतराम हम करेंगे अल्लाह उतना आगे बढ़ाएंगे. നമ്മളെ മുതിർന്ന ആൾക്കാര് നമ്മളെക്കാട് മുമ്പ് ദീന്റെ പരിശ്രമമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ നമ്മൾ എത്ര കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നോ അത്ര കൂടുതൽ ദീന്റെ പരിശ്രമത്തിൽ അല്ലാഹ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുവരും. हमारे एक बुजुर्ग ने एक दफा फरमाया कि 40-50 साल से हम तबलीग में चल रहे हैं. बहुत सौ को देखा, कोई बेउसूली से भी चल रहे हैं, गुनाहों के साथ भी चल रहे हैं, लेकिन खुदाए पाक का उनका अपना मामला अल्लाह पाक चला रहे हैं. लेकिन जिस किसी ने अपने बड़ों की नाकदरी की और उनकी बेइकरामी की, अल्लाह पाक ने उनको तबलीग में चलने नहीं दिया. നമ്മളൊരു മുതിർന്ന ഒരാൾ പറയുകയുണ്ടായി, ഞാൻ 10-40-50 വർഷമായി ദീന്റെ ദഅവത്തിന്റെ പരിശ്രമമായി ബന്ധപ്പെട്ട് ആൾക്കാരെ കാണുന്ന ആളാണ്. എത്രയോ ആൾക്കാർ ദീന്റെ ദഅവത്തിന്റെ പരിശ്രമമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ തെറ്റുകളോടുകൂടെ ദീന്റെ പരിശ്രമം ചെയ്യുന്നവരാണ്, ഉസൂലുകൾ അനുസരിക്കാതെ ദീന്റെ പരിശ്രമം ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആരാണോ സ്വന്തം നമ്മളെക്കാട്ടി മുമ്പ് ദീന്റെ പരിശ്രമമായി ബന്ധപ്പെട്ട മുതിർന്ന ആൾക്കാരെ എഹ്തറാമോടുകൂടെയും ബഹുമാനത്തോടുകൂടെയും സ്നേഹത്തോടെയും മുതിർന്ന ആൾക്കാരെ കൺസിഡർ ചെയ്തുകൊണ്ട് ആര് ദീന്റെ പരിശ്രമം ചെയ്യുന്നോ അവരെല്ലാവരെയും അല്ലാഹു തആല ദീന്റെ ദഅവത്തിന്റെ പരിശ്രമത്തിൽ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്, മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. इसीलिए हमारे इस काम में मशवरा है. അതുകൊണ്ട് ദീന്റെ ദഅവത്തിന്റെ പരിശ്രമത്തിൽ അതാണ്. मशवरे में मुख्तलिफ सलाहियतों के साथी जमा होते हैं മശൂറയിൽ നമ്മുടെ പല സലാഹിയത്തും പല കഴിവുള്ള ആൾക്കാർ ഒന്നിച്ചു കൂടുന്നതാണ്. और सब साथियों की राय को जमा किया जाता है. പല ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നതാണ് മശൂറ. और ये बहुत बड़ी सुन्नत है ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. और इसमें बड़ी ताकत है ഇതിൽ വലിയൊരു ശക്തിയുണ്ട്. कि मशवरे की ताकत इतनी बड़ी ताकत है कि पूरी दुनिया को एक मेहनत पे जमा कर दिया. ദീന്റെ ദഅവത്തിന്റെ പരിശ്രമത്തിൽ അതായത് ഈ മശൂറയ്ക്ക് എത്രത്തോളം ശക്തി ഉണ്ടെന്ന് വെച്ചാൽ ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും ഇതിൽ ഒരുമിച്ച് കൂട്ടാനുള്ള ശക്തി മശൂറയിലുണ്ട്. और क्या अरब व अजम, क्या पूरी दुनिया इस पे जमा हो गई. ഇതിൽ അറബികളും അറബി അല്ലാത്തവരും ലോകത്തിലെ മുഴുവൻ ജനങ്ങളും ഇതിൽ താബിയാക്കി. इसीलिए इसके मकसद ये है कि इज्तिमाई क़ुलूब, इत्तिहाद फ़िक्र, कि आपस में दिल मिल जाए, सबकी फिक्र एक हो जाए. അതുകൊണ്ട് മശൂറയുടെ മക്സദ് എന്താണ്? ഇജ്തിമാഇ ഖുലൂബാണ്, ഇത്തിഹാദ് ഫിക്റാണ്. നമ്മൾ എല്ലാവരും ഹൃദയങ്ങൾ പരസ്പരം യോജിച്ചുകൊണ്ട് പോവുക, എല്ലാവരുടെയും ഫിക്ർ ഒന്നായി തീരുക. इस दुनिया में अल्लाह रब्बुल इज्जत की ताकत के बाद सबसे बड़ी जो ताकत है वो ईमान वालों की आपस की इज्तिमाइयत की ताकत है. ഈ ലോകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തി, താഖത്ത് ഏറ്റവും വലിയ ശക്തിയാണ്. ആ ശക്തി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശക്തി വരുന്നത് ഈ ഉമ്മത്തിൽ പരസ്പരമുള്ള ഇജ്തിമായിയത്തിൽ, ഖുലൂബിന്റെ നമ്മുടെ ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിലും മശൂറയിലുള്ള ശക്തിയാണ്. उसकी तायद में कुरान पाक की आयत पेश की गई, हुवल्लज़ी अय्यदक बिनस्रिही वबिल मुअमिनीन. ये अल्लाह रब्बुल इज्जत आपकी भी मदद करेंगे, अय्यदक बिनस्रिही वबिल मुअमिनीन, ईमान वालों की भी मदद करेंगे. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംബോധന ചെയ്തു അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? ഖുർആൻ ശരീഫിൽ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെയും സഹായിക്കും. ഈ രീതിയിൽ ഹൃദയങ്ങൾ തമ്മിൽ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്ന മുഅ്മിനീങ്ങളുടെ പേരിലും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും എന്ന് പറഞ്ഞു. इसीलिए एक दफा हजरत मौलाना इब्राहिम साहब फरमा रहे थे कि जब तक उम्मत एक जिस्म एक जान थी, दुनिया के मुल्कों के मुल्क पता हो रहे थे, हजारों लाखों को हिदायत मिल रही थी, लोग अल्लाह की तरफ आ रहे थे और जहन्नम से बच के जन्नत में जा रहे थे. അത് ഇബ്രാഹിം സാഹബ് ഒരു പ്രാവശ്യം പറയുകയുണ്ടായി,
അതായത് എത്രത്തോളം ഈ ഉമ്മത്ത് ഒരു ശരീരവും ഒരു രീതി ഒരു മഷൂർ അനുസരിച്ച് ഇസ്തിമായത്തോടെ പോയിക്കൊണ്ടിരുന്നോ ആ സമയത്ത് അള്ളാഹു തആല ലോകം മുഴുവൻ എത്രയോ ആൾക്കാർക്ക് ആയിരക്കണക്കിന് ജനങ്ങളുടെ ഹിദായത്തിന് ഇത് കാരണമായി തീരുകയും ലോകം മുഴുവൻ വലിയൊരു മാറ്റം അള്ളാഹു തആല ഉണ്ടാക്കി തീർത്തിരുന്നു. जहां थोड़ा सा इज्तिमाइयत के अंदर कमी आई तो फरमाया कि हजरत अली रदी अल्लाह अन्हु के 4 साल दरमियान के एक बालिस जमीन भी फतह नहीं हुई. अल्लामा इब्न कसीर रहमतुल्लाहि अलैह ने अपनी तफसीर में लिखा है. എപ്പോഴാണോ പരസ്പരം ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായത്, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായ ആ സമയത്ത് 4 വർഷത്തോളം ഒരു സ്ഥലം പോലും അവർക്ക് കീഴടക്കാൻ സാധിച്ചിട്ടില്ല. आपस की इज्तिमाइयत और मोहब्बतें बहुत ज़रूरी है. അതുകൊണ്ട് പരസ്പരം തമ്മിലുള്ള സ്നേഹവും പരസ്പരം തമ്മിലുള്ള യോജിപ്പും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. तो मैं अर्ज कर रहा था कि अल्लाह रब्बुल इज्जत से हमारा ताल्लुक सही हो जाए. അതുകൊണ്ട് പറഞ്ഞു എന്താന്ന് വെച്ചാൽ ആദ്യമായിട്ട് അള്ളാഹുവായിട്ടുള്ള നമ്മളുടെ ബന്ധം വളരെ നല്ലതായി തീരണം. इसीलिए हजरत अकाबिर फरमाते कान सलफ यतवासौन बिसलासी कलिमातिन लौ वुज़िनत बिज़्ज़हब लरजहत बिही, कि 3 कलिमात ऐसे हैं कि अगर उन कलिमात को सोने से तोला जाए, एक तरफ सोना वो गोल्ड हो और दूसरी तरफ ये 3 कलिमात हो तो इन कलिमात का वजन बढ़ जाएगा. അതുകൊണ്ട് പറയുകയുണ്ടായി, അതായത് 3 കലിമകള് ഒരു ഭാഗത്ത് സ്വർണത്തിന്റെ കട്ടിയും മറ്റേ ഭാഗത്ത് ഈ 3 കലിമകളെയും തമ്മിൽ തൂക്കുകയാണെങ്കിൽ ഈ 3 കലിമകൾ ഖനം തൂങ്ങുന്നു പറയണ്ടായി. पहली बात है मन अस्लह फीमा बैनहु व बैन अल्लाह अस्लह अल्लाहु फीमा बैनहु व बैन खल्क़िही, कि जो अपना और अपने अल्लाह के दरमियान के मामले को ठीक कर लेगा, अल्लाह ताला उसके और मखलूक के दरमियान के सारे मामले को ठीक कर देंगे. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആരാണ് സ്വന്തവും അവന്റെ അള്ളാഹുമായിട്ടുള്ള മാമലകൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ നന്നാക്കി തീർക്കുമോ അവൻ ബാക്കിയുള്ള മഖ്ലൂക്കാത്തായിട്ടുള്ള ബന്ധങ്ങൾ അള്ളാഹു തആല നന്നാക്കി തീർക്കുന്നതാണ്. ये बुनियादी बात है कि हजरत सहाबा ने अपने ताल्लुक को अल्लाह से सही कर लिया तो अल्लाह पाक ने उनके मखलूक के दरमियान के सारे मामले को ठीक कर दिया. സഹാബാക്കൾ നമുക്കിത് കാണാൻ സാധിക്കുന്നതാണ്. എന്താണ്? സഹാബാക്കൾ അവരുടെ ബന്ധം അള്ളാഹുമായിട്ടുള്ള ബന്ധം വളരെ നല്ല രീതിയിൽ ആക്കി തീർത്തപ്പോൾ അവർ ബാക്കി ലോകത്തിലെ എല്ലാ ജനങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം അള്ളാഹുത്തിൽ എളുപ്പത്തിലാക്കി കൊടുക്കുകയുണ്ടായി. ताल्लुक जब अल्लाह से सही हो गया तो जंगल के जानवर इनकी बात मान रहे. അതായത് നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം അള്ളാഹു മനുഷ്യനും തമ്മിൽ ബന്ധം നന്നായി തീർന്നാല് കാടുകളിലുള്ള മൃഗങ്ങൾ പോലും നമ്മളുടെ താബിയായിട്ട് മാറുന്നതാണ്. और समंदर इनकी इताअत कर रहा है, സമുദ്രങ്ങൾ പോലും അവരെ അനുസരിച്ചുകൊണ്ടിരുന്നു. हवाएं इनके ताबे हुई, കാറ്റുകൾ പോലും അവരെ താബിയായിട്ട് മാറി. फरिश्ते इनकी दुआओं पर उतरने लगे, അതായത് മലക്കുകൾ പോലും ഇവരുടെ ദുആയിൽ എണീച്ചു വരാൻ തുടങ്ങി. अल्लाह का गैबी निजाम हरकत में आता था, അള്ളാഹുവിന്റെ ഗൈബി നിസാം ഹർക്കത്തിൽ കാണാൻ തുടങ്ങി. हाथ उठाने से पहले दुआएं कबूल होती थी, കൈ ഉയർത്തുന്നതിന് മുമ്പ് അവരുടെ ദുആക്കൾ കബൂലാകുന്നുണ്ടായിരുന്നു. हर मैदान इनके हाथ में होता था, എല്ലാ കാര്യങ്ങളും അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. हर बड़ी से बड़ी बातिल ताकत इनके सामने टूट जाती थी. എല്ലാ ശക്തികളും എല്ലാ എതിർപ്പുകളും ഇവരുടെ ഈ ദുആയുടെ ബർക്കത്തിലും ഇവരുടെ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന്റെ ബർക്കത്തിലും പൊളിഞ്ഞു പോകുമായിരുന്നു. और जहां जहां कदम रखते थे ईमान और इस्लाम की फिजाएं कायम होती चली जाती. ഏതെല്ലാം ഭാഗത്ത് സഹാബാക്കൾ കാല് വെക്കുമായിരുന്നു ആ നാടുകളിൽ ഈമാനും ഇസ്ലാമും പ്രചരിക്കൊണ്ടേ പോയിരുന്നു. थोड़ी सी कलील मुद्दत में 10-10.5 साल में 22 लाख मुरब्बा मील जमीन फतह हुई. അത് ചെറിയ സമയത്ത് 10-10.5 വർഷത്തിനിടയിൽ 22,000 22 लाख मुरब्बा मील സ്ക്വയർ മീൽ 22,000 സ്ക്വയർ മീൽ ഏരിയ അവരുടെ കയ്യിൽ ചെറിയ സമയം കൊണ്ട് അല്ലാഹു തആല അവരെ കീഴിലാക്കി കൊടുത്തു. तो क्योंकि जिंदगियां सिफात से भरी हुई, കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതം മുഴുവൻ സിഫത്തുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. और पूरा दिन सिफात ही का नाम है. നമ്മുടെ ദീന് മുഴുവൻ സിഫത്തിന്റെ പേരാണ്. कि अगर कुरान करीम में हम गौर करेंगे जगह जगह सिफात मिलेंगे. ഖുർആൻ ഷരീഫ് നമ്മൾ നോക്കിയാൽ നമുക്ക് പല സ്ഥലങ്ങളിലും സിഫത്തുകളെ കുറിച്ചുള്ള വിവരങ്ങൾ കാണാം. तो दावत की मेहनत से यही चाहा जा रहा है कि हमारी जिंदगियां सिफात से आरास्ता हो जाए. ദാവത്തിന്റെ പരിശ്രമം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതും എന്താണ്? നമ്മൾ ഓരോ ആൾക്കാരുടെയും ജീവിതം മുഴുവനും സിഫത്തുകളെ കൊണ്ട് നിറയലാണ്. इसीलिए हजरत मौलाना मोहम्मद यूसुफ साहब रहमतुल्लाह अलैह फरमाते थे कि जब हमारी जमातें अल्लाह रब्बुल इज्जत के यकीन के साथ, ये अल्लाह के ताल्लुक के साथ और अल्लाह के नबी की सुन्नतों और तरीक़ों को लेकर के नमाजें पढ़ते हुए इल्म इलाही के साथ, अल्लाह के ध्यान के साथ, अपने हुकूक को माफ़ करते हुए, उम्मत के हुकूक को अदा करते हुए, अल्लाह की रिज़ा के जज्बे के साथ जिन जिन मुल्कों से, जिन जिन इलाकों से, जिन जिन शहरों से और बस्तियों से गुजरते चले जाएंगे, अल्लाह रब्बुल इज़्ज़त दीन का, ईमान का और फिर नूर को अल्लाह ताला फैलाते चले जाएंगे.
അതുകൊണ്ട് ഹസ്രത്ത് യൂസഫ് സാബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, നമ്മുടെ ദീനിന്റെ ദഅവത്തിന്റെ പരിശ്രമത്തിന് പുറപ്പെടുന്ന എല്ലാ ജമാഅത്തുകളും ഓരോ ആൾക്കാരും അവരുടെ ഹൃദയത്തിൽ ഈമാന്റെ യഖീൻ നിറച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളിലെ ഹയാത്താക്കി ജീവിച്ചുകൊണ്ട് അവരുടെ നമസ്കാരങ്ങളെ നന്നാക്കിക്കൊണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ദിക്റുകൾ അള്ളാഹുവിന്റെ സ്മരണയോടുകൂടെ ജീവിച്ച് ദീനിന്റെ ഇൽമോടുകൂടെ അവർ ഓരോ ആൾക്കാരുടെയും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത് ജനങ്ങളുടെ ഹക്കുകൾ വീടിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം ദീനിന്റെ പരിശ്രമം ചെയ്തുകൊണ്ട് നമ്മൾ ആരെല്ലാം ഏതെല്ലാം ജമാഅത്തുകൾ ലോകത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും സഞ്ചരിക്കുന്നോ ഓരോ നാടുകളും ഈ പരിശ്രമത്തിന്റെ ഫലമായിട്ട് അള്ളാഹു തആല അവർക്ക് വിജയിപ്പിച്ചു കൊടുക്കുന്നതാണ്. सूरह अनफाल में दूसरी आयत है, इन्नमल मुमिनून अल्लज़ीना इज़ा ज़ुकिरल्लाह वजिलत क़ुलूबुहुम, कि ईमान वाले कौन है कि जब उनके सामने अल्लाह रब्बुल इज़्ज़त का जिक्र तस्किरा किया जाता है तो मारे खौफ के उनके दिल दहल जाते हैं. സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മുഅ്മിനീങ്ങളുടെ സിഫത്തായിട്ട് പറയുന്നുണ്ട്, അവരുടെ മുമ്പിൽ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ കിടവിറക്കുന്നതാണ്. एक बुजुर्ग फरमाते हैं कि मैंने हजरत जुन्नून मिस्री रहमतुल्लाहि अलैह के पीछे असर की नमाज पढ़ी. जब उन्होंने तकबीर तहरीमा कहा और जब अल्लाह अकबर उनकी जबान से निकला तो लफ्ज अल्लाह पर उन पर जलाल इलाही का ऐसा गलबा था, यूं महसूस होता था कि जिस्म में रूह बाकी नहीं है, बिल्कुल मबहूत से हो गए. ഒരു മഹാൻ പറയുകയുണ്ടായി, ഞാൻ ഹസരത്ത് ജുന്നൂൻ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പിറകിൽ ഒരു നമസ്കാരത്തിനായി കൈകെട്ടി. അദ്ദേഹം തക്ബീറത്തുൽ ഇഹ്റാമിൽ അല്ലാഹു അക്ബർ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ശക്തി, ആ ഒരു താക്കത്ത്, ആ അല്ലാഹു അക്ബറിനുണ്ടായിരുന്ന തക്ബീറുണ്ടായിരുന്ന താക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് റൂഹന്നെ അളയിപ്പോയിപ്പോ ഞാൻ വിചാരിച്ചു. और जब अकबर उनकी जबान से निकला तो कहते हैं कि उनके उस तकबीर की हैबत से मेरा दिल टुकड़े टुकड़े हो गया. അക്ബർ എന്നുള്ള ഒരു വാക്ക് അദ്ദേഹത്തിന് ആ നാവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ആ തക്ബീറിന്റെ ശബ്ദം കൊണ്ട്, ആ തക്ബീറിന്റെ ആ ഒരു ഉറപ്പ് കൊണ്ട് എന്റെ തന്നെ ഹൃദയങ്ങൾ പൊട്ടിപ്പൊളിക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോയി. तो ये अल्लाह के नाम की आजमत होना चाहिए, ഈ അള്ളാഹുവിന്റെ പേരിൽ നമുക്കൊരു അസ്മത്ത് ഉണ്ടാവണം, उस अल्लाह का ताल्लुक होना चाहिए, ആ അള്ളാഹുമായിട്ടുള്ള ബന്ധം നമുക്ക് ഉണ്ടാവണം, उस अल्लाह की मोहब्बत होना चाहिए, അള്ളാഹുമായിട്ടുള്ള സ്നേഹം നമുക്ക് ഉണ്ടാവണം. वो अल्लाह जिंदगी का मकसद बनना चाहिए, ആ അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിന്റെ മക്സദായിട്ട് മാറണം, वो अल्लाह दिलों का किबला बन जाए, നമ്മുടെ ഹൃദയത്തിന്റെ ഖിബിലയായിട്ട് മാറണം, वो अल्लाह के लिए जीना मरना हो जाए അള്ളാഹുവിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നവരും മരിക്കുന്നവരുമായിട്ട് മാറണം. और उसी अल्लाह पे हम अपनी जान खपाएं, നമ്മൾ ആ അള്ളാഹുവിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം കൊടുക്കുന്നവരായിട്ട് उसी മാറണം. अल्लाह पे अपना माल लुटाएं നമ്മൾ ആ അള്ളാഹുവിന് വേണ്ടി നമ്മൾ സമ്പത്ത് കൊടുക്കുന്നവരായിട്ട് और മാറണം. जिंदगी का हर अमल उसी अल्लाह के लिए, നമ്മുടെ ജീവിതത്തിലെ ഓരോ അമലുകളും ആ അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. वही हमारा जिंदगी का मकसद അതാണ് നമ്മൾ ഓരോ ആൾക്കാരുടെ और ജീവിതത്തിലെ उसी से ഉദ്ദേശം. मोहब्बत അതിന് അള്ളാഹുവിനുള്ള മുഹബത്ത് ഉണ്ടായി, और उसी से इश्क അതിനോടുള്ള സ്നേഹം. और तमाम कुर्बानियां उसी अल्लाह के लिए, നമ്മുടെ മുഴുവൻ കുർബാനും മുഴുവൻ ത്യാഗങ്ങളും ആ അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. हमारा हर अमल उसी अल्लाह को दिखाएं നമ്മുടെ എല്ലാ അമലുകളും ആ അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. कि जिंदगी का मकसद अल्लाह की जात बन जाए. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ മക്സദ് അള്ളാഹുവിന്റെ ജാത്തിന് हम വേണ്ടി. इस दुनिया में कुछ नहीं चाहते हैं, വേറൊന്നും നമ്മൾ ദുനിയാവിൽ ആഗ്രഹിക്കുന്നു. बस चाहते हैं कि अल्लाह राजी हो जाए, നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ അല്ലാഹ് വേണ്ടി ഖുശ് ഹോ ജീവിക്കണം. ജായേ. അള്ളാഹു തആല സന്തോഷിക്കുന്നവരാണ്. और उसी से मिलने का जज्बा बढ़े അള്ളാഹുവിനെ തന്നെ കാണാനുള്ള ജസ്ബ നമ്മുടെ और ഹൃദയത്തിൽ वही ഉണ്ടാവണം. जिंदगी का मकसद बन जाए. അത് നമ്മൾ ഓരോ ആൾക്കാരുടെയും ജീവിതത്തിന്റെ മക്സദായിട്ട് മാറണം. ये असल चीज है, ഇതാണ് അസൽ കാര്യം ഇതാണ്. तो ये असल मेहनत से चाहा जा रहा है. इसीलिए पहली सिफत हमारे यहाँ है कि अल्लाह से होने की इतनी दावत दी जाए कि अल्लाह का गैर दिलों से निकल जाए. സഹോദരന്മാരെ, നമ്മുടെ ദീന്റെ ദഅവത്തിന്റെ പരിശ്രമത്തിന്റെ ഒന്നാമത്തെ അസ്ൽ ഇത് തന്നെയാണ്, ഒന്നാമത്തെ സിഫത്ത് ഇത് തന്നെയാണ്. അള്ളാഹുവിനെ കൊണ്ട് കാര്യം നടക്കുന്നുള്ള കാര്യങ്ങൾ എത്രത്തോളം പറയുന്ന വെച്ചാല് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് എന്തെങ്കിലും നടക്കുന്നുള്ള നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു പോകണം. हमारे हजरत मौलाना याकूब साहब रहमतुल्लाह अलैह फरमाते थे कि इस मेहनत का मकसद ही यह है कि हमारे अंदर से तासुर बिल मखलूक खत्म हो जाए, कि मखलूक का कोई तासुर दिल में ना रहे. ഹദ്റത്ത് യാക്കൂബ് സാഹബ് പറയുമായിരുന്നു, നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിനെ കൊണ്ടാവണമെന്നത് പറഞ്ഞ്, അതായത് ഈ ദീന്റെ ദഅവത്തിന്റെ മക്സദ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഗൈറുള്ള അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് എന്തെങ്കിലും നടക്കുന്നുള്ള ഒരു ഫീലിംഗ് പോലും ഹൃദയത്തിൽ നിന്ന് പുറത്തു പോകണം എന്നുള്ളതാണ്. और फिर दूसरी बात क्या हुआ, इदा तुलियत अलैहिम आयातुहु ज़ादतहुम ईमाना, कि जब अल्लाह रब्बुल इज्जत की आयतें पढ़ी जाती हैं तो वह आयतें उनके ईमान को बढ़ाती चली जाती हैं. ആയത്തിന്റെ തുടർച്ച എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ആയത്തുകൾ അവരോട് മുമ്പിൽ പറയപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണെന്ന്. आज उमूमन अल्लाह के कलाम से हमें ताल्लुक नहीं है, ഇന്ന് നമ്മൾ സാധാരണ എന്താ വെച്ചാൽ അള്ളാഹുവിന്റെ കലാമായിട്ട് നമുക്ക് വലിയ ബന്ധമില്ല. हालांकि अल्लाह के नबी और सहाबा को देखो क्या ताल्लुक है. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളുടെ ബന്ധം എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. कि रात में नमाज में खड़े हुए हैं, एक ही रकत में 6.25 पारे पढ़े. രാത്രി നമസ്കാരത്തിനായി നിന്നുകൊണ്ട് ഒരേ റക്അത്തിൽ 5:45 ജുസുകൾ പൂർത്തീകരിച്ചു.
और आप तजवीद और तरतील के साथ पढ़ते थे। അതും തജ്വീദും തർത്തീലോടും കൂടെ പൂർത്തീകരിച്ചു. हर आयत रहमत पर देर तक दुआ मांगते थे। ഓരോ ആയത്തെ റഹ്മത്ത് വരുന്ന സമയത്ത് റഹ്മത്തിന്റെ ആയത്തുണ്ടാകുമ്പോൾ കുറെ സമയം ദുആ ചെയ്യുമായിരുന്നു. आयत अजाब पर देर तक पना मांगते। ഓരോ ആയത്തെ അദാബ് വരുന്ന സമയത്ത് ശിക്ഷയെ കുറിച്ചുള്ള ആയത്തുകൾ വരുമ്പോഴും കുറെ സമയം അള്ളാഹുവിനോട് കാവലിനെ തേടുമായിരുന്നു. तो 6.25 पारे में कितना वक्त लगा होगा? सूरह बकरा, आले इमरान, माइदा, സൂറ ബഖറ, സൂറ ആല ഇമ്രാൻ, മായിദ ഇതെല്ലാം കൂടിയാണ് 5.25 ജുസുകൾ ഓതി തീർത്തത്. और जितना लंबा क़ियाम उतना लंबा रुकू, എത്ര നീളത്തിലുള്ള ഖിയാമായിരുന്നു നമസ്കാരത്തിൽ അത്ര നീളത്തിൽ റുക്കൂ ചെയ്യുമായിരുന്നു, उतने लंबे सजदे। അത്രയും നീളത്തിലുള്ള സജദയും. जब दूसरी रकात में खड़े हुए तो सहाबी फरमाते हैं कि मेरी हिम्मत नहीं हुई, मैं वापस चला आया। നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തെ റക്അത്തിന് വേണ്ടി എണീറ്റ് നിൽത്ത സമയത്ത് ബാക്കിൽ നിന്നിരുന്ന സഹാബി പറഞ്ഞു, എന്റെ ഹിമ്മത്ത് പോയി, എന്റെ ശക്തി നശിച്ചുപോയി, ഞാൻ അവിടെ നിർത്തി എന്ന് പറഞ്ഞു. हजरत अबू बकर रदी अल्लाह अन्हु कुरान पढ़ते तो इतना रोते, मक्के मुकर्रमा में बहुत से मर्द, औरतें, बच्चे ईमान में दाखिल हुए। ഹദരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നമസ്കാരത്തിൽ ഖുർആൻ ഷരീഫ് ഓതാൻ തുടങ്ങിയാൽ എത്രത്തോളം കരയുമായിരുന്നു വെച്ചാൽ ഈ കരച്ചിലും ഇദ്ദേഹത്തിന്റെ ഖുർആൻ ഷരീഫും കേട്ടുകൊണ്ട് മക്കയിൽ എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും മുസ്ലിമീങ്ങളായി പോയി. यहाँ तक कि मक्के वालों ने निकाल दिया था, लंबा तफसीली किस्सा है। അതായത് എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് മക്കയിലെ ആൾക്കാർ ഇദ്ദേഹത്തോട് ഓതണ്ടെന്ന് പറയുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. വലിയ വലിയ സംഭവങ്ങളാണത്. हजरत उमर रदी अल्लाह अन्हु फजर की नमाज पढ़ाते तो लंबी लंबी सूरतें पढ़ते और इतना रोते कि कई कई सफों तक आवाज जाती और बाज दफा जो है वो बेहोश यानी गिर जाते, बीमार हो जाते। ഹദരത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കാരത്തിൽ എത്രത്തോളം നീണ്ട സൂറത്തുകൾ ചില സമയത്ത് ഓതുമായിരുന്നു. കരഞ്ഞ് സൂറത്തുകൾ ഓതുന്ന ഈ കരച്ചിൽ സഫിന്റെ ബാക്ക് വരെ കേൾക്കുമായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പല സമയങ്ങളിലും നമസ്കാരത്തിൽ സുബഹി നമസ്കാര സമയത്ത് ഓതിക്കൊണ്ട് അബോധാവസ്ഥയിൽ വീഴുമായിരുന്നു. अब लोग 2 साल पहले चार्ट गए, तशाद जिसे कहते हैं, इज्तिमा में। 2 വർഷം മുമ്പ് ചാടിൽ പോയിരുന്നു, ഇജ്തിമയിൽ. तो वहां हमने देखा कि फजर की नमाज में हम रात में पहुंच गए थे, तो फजर में जब पहुंचे मस्जिद में तो मस्जिद में बिजली नहीं, करंट नहीं, पानी नहीं, आने वाले मजमे को पहला दिन था खाना नहीं, और गर्मी तकरीबन 47-48 पर नमाज में खड़े तो मस्जिद में दाखिल हो तो पसीने से शराबुर हो गए। पूरी रात हम लेटे तो कमरे में सो नहीं सके, करंट नहीं, और गर्मी की वजह से बाहर रेत पे हमारा बिस्तर लगा तो वहां हम सोए थे। ചാട് എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രിയിലാണ് നമ്മൾ ജമാഅത്ത് എത്തിയത്. രാവിലെ നമ്മൾ സുബഹിസ്കാരത്തിന് വേണ്ടി പള്ളി ആ സമയത്ത് നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ അവിടെ കറണ്ട് ഇല്ല, ഒരു ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ടെമ്പറേച്ചർ ആണെങ്കിൽ 48 ഡിഗ്രിയാണ്. രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല. പകലും നമ്മൾ അവിടെ പോലും ഉറങ്ങാൻ സാധിക്കാത്ത അത്രയും ചൂടാണ്, കറണ്ട് ഇല്ല, ഒന്നുമില്ലാത്തൊരു സ്ഥലം. लेकिन एक अजीब मंजर हमने वहां देखा कि फजर की नमाज में जैसे किरत शुरू हुई, पूरी मस्जिद अंधेरी है, करंट नहीं है। ഒരു അത്ഭുതമായ കാര്യം ഞങ്ങൾ അവിടെ കണ്ടെന്താന്ന് വെച്ചാൽ ഫജ്ർ നമസ്കാരത്തിന് വേണ്ടി നമസ്കാരം തുടങ്ങിയ സമയത്ത് രാത്രി ഫുള്ള് ഇരുട്ടാണ്, പള്ളിയിലൊന്നും വെളിച്ചമൊന്നുമില്ല നമസ്കാരം തുടങ്ങിയപ്പോൾ. तो इमाम साहब ने जब किरत शुरू की तो रोना शुरू किया, तो पीछे मजमा रोना शुरू किया, यहाँ तक कि सारी सफ़ें और पूरी मस्जिद धाड़े मार के रो रही थी, किरत चल रही। ഇമാം സാഹിബ് നിസ്കരിക്കാൻ തുടങ്ങി, അദ്ദേഹം ഖുർആൻ ഷരീഫ് ഓതാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. ഇമാമും കരയാൻ തുടങ്ങി. ഇമാമിന്റെ കരച്ചിൽ കേട്ട് ബാക്കിൽ നിന്നിരുന്ന എല്ലാ മുഅ്മിനീങ്ങളും കരയാൻ തുടങ്ങി. ഫുള്ള് പള്ളി രാത്രി ഇരുട്ടെത്തി സുബഹി നിസ്കാര സമയത്ത് എല്ലാവരും ഒരേ കരച്ചിൽ തുടങ്ങി. तो मैं अर्ज कर रहा था कि अल्लाह के कलाम से ताल्लुक होना चाहिए। അത് പറഞ്ഞ എന്താന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കലാമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവണം. हजरत उस्मान रदी अल्लाह अन्हु का देखो, कसरत तिलावत की वजह से 2 कुरान मजीद फट गए। ഹദരത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഓത്തിന്റെ ആധിക്യം കൊണ്ട് 2 ഖുർആൻ ഷരീഫിനെ പിച്ച് ചീന്തി പോയപ്പെട്ടു. वितर की एक रकत में पूरा कुरान पढ़ते थे। വിത്തറിന്റെ ഒരു റക്അത്തിൽ ഖുർആൻ ഷരീഫ് മുഴുവൻ ഓതി തീർക്കുമായിരുന്നു. ये शान उनकी थी। ഇതാണ് അവരുടെയൊക്കെ ഇത്. एक साहबी फरमाते हैं कि एक दफा मैंने देखा एक बुजुर्ग हरम शरीफ में आए, काबतुल्लाह में। ഒരു സഹാബി പറയുകയുണ്ടായ, ഒരു പ്രാവശ്യം ഞാൻ കണ്ടു ഒരു ബുസുർഗ് കാബത്തുല്ലാഹിൽ വന്നു, ഹറം ഷരീഫിൽ വന്നു. वजू का पानी टपक रहा था, അവിടെ ഉളുവിന്റെ വെള്ളം അവരെ ഇത് മുറ്റിക്കൊണ്ടേയിരുന്നു. अपने चप्पल एक तरफ रख दिए അദ്ദേഹത്തിന്റെ ചെരുപ്പ് അദ്ദേഹം ഒരു സൈഡിൽ വെച്ചു. और फिर काबे के साये में अल्लाह अकबर कहकर खड़े हो गए കാബയുടെ ഇതില് അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിന്നു. और किरत शुरू कर दी, ഓതാൻ തുടങ്ങി. अल्हम्दु शरीफ पढ़ी അൽഹംദു ഫാത്തിഹ ഓതി. और फिर अलिफ लाम मीम से पढ़ना शुरू किया। അലിഫ് ലാം എന്ന് ഓതാൻ തുടങ്ങി. पूरा पारा पढ़ा, ഒരു മുഴുവൻ ആ ഒരു ജുസ് തീർത്തു. सयकुल पूरा पारा, സയഖൂലുടെ ജുസും ഫുള്ളും തീർത്തു. तिलकर रसुल पूरा पारा, തിൽക റസൂൽ എന്നുള്ള പൂരാ പറയുന്നത്. लन तनालुल बिर्रा वल मुहसनात ला युहिब्बुल्लाह व इदा समिउ वलौ अन्नना
قال الملأ واعلموا يعتذرون وما من دابة وما أبرئ ربما سبحان الذي قال ألم اقترب للناس قد أفلح وقال الذين أمن خلق أتل ما أوحي ومن يقنت وما لي فمن أظلم إليه يرد حاميم قال فما خطبكم قد سمع الله تبارك الذي عما يتساءلون عن النبأ العظيم से पढ़ते हुए قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناस ये कहकर अल्लाह अकबर कहकर रुकू में गए और फिर नमाज मुकम्मल की तो बाजू से उन्होंने पूछा, जो नहीं पहचानते थे ये कौन है, तो उन्होंने कहा खलीफतुल मुस्लिमीन हजरत उस्मान इब्न अफ्फान रदी अल्लाह अन्हु है, जो उम्र 70 से मुतजाविज है, लेकिन एक रकत में यह कुरान मुकम्मल हो. അദ്ദേഹം നമസ്കാരത്തിനായി നിന്നു. അലിഫ്ലാമീന്ന് തുടങ്ങി അവസാനം ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെ 30 ജുസുകളും ഒരു റക്അത്തിൽ ഓതി തീർത്തു. പിന്നീട് റുക്കൂവിന് പോയി. ഇദ്ദേഹം നമസ്കാരം പൂർത്തീകരിച്ചതിന് ശേഷം അടുത്തുള്ള ആളോട് ഞാൻ ചോദിച്ചു, ഇത് ആരാന്ന് ചോദിച്ചു. ആ സമയത്ത് പറഞ്ഞത് അത് നമ്മുടെ അമീറുൽ മുഅ്മിനീൻ ഹദരത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആണ്. 70-ൽ കൂടുതൽ വയസ്സ് പ്രായമുള്ള സമയത്ത് പോലും ഒരു റക്അത്തിൽ മുഴുവൻ ഖുർആൻ ഷരീഫും അദ്ദേഹം കഅബയുടെ മുമ്പിൽ നിന്ന് ഓതി തീർത്തതായി കണ്ടു. दुनिया से तशरीफ ले जा रहे थे, बलवाइयों ने घर का मुहासरा किया था. 2000 आदमी जो मिस्र से आए शहीद करने के लिए. पता है कि शहादत यकीनी है, लेकिन उसके बावजूद कुरान पढ़ रहे थे. 2000 ആൾക്കാരോളം മിസ്രിൽ നിന്ന് വന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീട് തടങ്കലിലിട്ട് വളഞ്ഞിരിക്കുകയായിരുന്നു. ആ സമയത്ത് പോലും അവസാന നിമിഷമാണ് ഷഹീദാവും പോവാണെന്നുള്ള ഉറപ്പുള്ള സമയത്ത് പോലും അദ്ദേഹം ഖുർആൻ ഷരീഫ് കൈപിടിച്ച് ഓതിക്കൊണ്ടേയിരുന്നു. बलवाई दीवार फलांग के दाखिल हुए और फिर शहीद किया, कुरान पढ़ रहे थे, और जो इनका खून जाके लगा है फसयकफीकहुमुल्लाह वहुवस समीउल अलीम सिबगतल्लाह वमन अहसनु मिनल्लाहि सिबगा व नहनु लहु आबिदून. पहले पारे का आखिरी सफ़ा है, उसकी आयतों की तिलावत हो रही थी. खून जाके वहीं लगा, वहीं शहीद हुए. कहते हैं कि आज भी वह कुरान तुर्की के म्यूजियम में रखा हुआ है. कुरान पढ़ते पढ़ते शहीद हो गए. ശത്രുക്കൾ ഈ വീട് തടങ്കിൽ നിന്ന് പൊളിച്ചുകൊണ്ട് ഉസ്മാൻ അള്ളാഹുവിന്റെ അടുത്ത് വന്നു. ആ സമയത്ത് അദ്ദേഹം ഖുർആൻ ഷരീഫിന്റെ ഈ ആയത്ത് ഓതിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ ആയത്തിന്റെ അവസാനമാകുന്ന സമയത്ത് അദ്ദേഹം വധിക്കപ്പെട്ടു. ആ ഡ്രോപ്പ്, ആ രക്തം ആ സ്ഥലത്ത്, ആയത്ത് എന്താകുന്ന സ്ഥലത്ത് വീണ അത് ഇപ്പോഴും തുർക്കിയിലെ മ്യൂസിയത്തിൽ ആ മുസഹഫ് നമുക്ക് പോയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഖുർആൻ ഓതിക്കൊണ്ട് ഷഹീദായി. यूपी में गंज मुरादाबाद है, वहाँ एक बहुत बड़े आलिम दीन थे मौलाना शाह फजल रहमा गंज मुरादाबादी रहमतुल्लाहि अलैह. बैक वक्त सिहाय सित्ता पढ़ाते थे. हदीस की 6 किताबें, बुखारी शरीफ, मुस्लिम, तिरमिजी, अबू दाऊद, नसई, इब्न माजा, और तफसीर भी बयान करते थे. एक दफ़ा तफसीर करते हुए बड़े मज़े में आ गए और फरमाने लगे कि मौली साहब, जब मैं तफसीर करता हूँ या कुरान पढ़ता हूँ तो मुझे इतनी लज्जत मिलती है कि अगर उसमें का एक जर्रा भी तुम्हें नसीब हो जाए तो तुम रोते हुए जंगल को भाग जाओगे. और खुद ये जुमला कहा. हजरत पर उसी के साथ एक कैफियत तारी हुई, उसी कैफियत के साथ अपने हुजरे में दाखिल हुए, कई दिन तक बीमार हो गए. യുപിയിൽ ഒരു വലിയൊരു മഹാനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം വലിയൊരു കിതാബുകൾ പഠിപ്പിക്കുന്ന ഒരു മഹാനാണ്, വലിയൊരു ഷെയ്ഖായിരുന്നു. അദ്ദേഹം സിഹാവു സിത്തയുടെ 6 കിതാബുകളും പഠിപ്പിക്കുമായിരുന്നു. അതേപോലെ തഫ്സീറും കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഒരു പ്രാവശ്യം ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, ഞാൻ തഫ്സീർ ഓതുന്ന സമയത്ത്, ഖുർആൻ ഷരീഫായിട്ട് ഓതുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ലദ്ദത്ത്, ആ ടേസ്റ്റ്, ആ രസം, അതെങ്ങാനും നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഭിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് വിട്ട് ഇവിടുന്ന് കാട്ടിലേക്ക് ഓടിപ്പോയി അവിടെ ജീവിക്കുമായിരുന്നു. ഇത് പറഞ്ഞ് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ റൂമിൽ പോയി ഒറ്റക്ക് അടച്ചിരുന്നു. കുറെ ദിവസങ്ങളോളം രോഗിയായിട്ട് കഴിഞ്ഞുകൊണ്ട്. तो बहरहाल अल्लाह पाक ने हमें एक मेहनत अता फरमाई है, दावत व तबलीग की एक मुबारक काम अल्लाह पाक ने दिया है. ये मेहनत दूसरों पर करेंगे, लेकिन इसके ज़रिए अपनी ज़िंदगियों को अपने अंदर सिफात को लाएंगे. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്, എനിക്കും നിങ്ങൾക്കും വലിയൊരു മെഹനത്ത്, വലിയൊരു പരിശ്രമം, ദീനിന്റെ ദഅവത്തിന്റെ തബ്ലീഗിന്റെ പരിശ്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ പരിശ്രമിക്കുന്നത് ബാക്കിയുള്ളവരിലാണെങ്കിലും അതിന്റെ ഏറ്റവും ആവശ്യകത, അതിന്റെ തീർച്ചയായിട്ടും നമ്മൾ ഓരോ ആൾക്കാരുടെയും ആവശ്യക്കാരാണ്. നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പരിശ്രമം ചെയ്യുന്നത്. इसीलिए 6 सिफात में हर सिफत में कहा जाता है 3 बातें. एक तो दावत है, दूसरा अमली मश्क है, और तीसरा दुआ है. അതുകൊണ്ട് സിഫാത്തിലെ ഓരോ സിഫത്തുകളോടും നമ്മൾ പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഓരോന്നിലും 3 കാര്യങ്ങൾ ഉണ്ടെന്ന് പറയും. ഒന്നെന്താന്ന് വെച്ചാൽ സിഫത്തിന്റെ മക്സദ്, ഉദ്ദേശം എന്താന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം അമലി മഷ്കാണ്, പ്രാവർത്തികമായി നമ്മൾ ചെയ്യലാണ്. 3 നമ്മളത് ഹാസിൽ കർണേക്ക് തരീഖ എന്ന് പറയും.
ഇതിന് ദുആ ചെയ്യലാണ്. हजरत सहाबा के ईमान को सामने रखकर ईमान की दावत देना, സഹാബാക്കളുടെ ഈമാനിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈമാന്റെ ദഅവത്ത് നമ്മൾ ചെയ്യണം. और फिर इसी तरह अमली मजबी करना, अल्लाह से उसकी हकीकत की दुआएं मांगना. ഇതേപോലെ തന്നെ നമ്മൾ അമലി പ്രാവർത്തികമായിട്ട് ചെയ്യണം. അള്ളാഹുവിനോട് അതിന്റെ ഹഖീഖത്തിന് ദുആ ചോദിച്ചുകൊണ്ടേയിരിക്കണം. इस सहाबा की नमाजों को सामने रखकर नमाज की दावत देना, സഹാബാക്കളുടെ നമസ്കാരങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നമ്മൾ നമസ്കാരത്തെ കുറിച്ചുള്ള ദഅവത്ത് കൊടുക്കണം. अमली मश्क करना, फिर अल्लाह से दुआएं मांगना. അമലി മഷ്ക് സഹാബാക്കൾ നമസ്കരിച്ച പോലെ നിസ്കരിക്കാൻ വേണ്ടി നോക്കണം, പിന്നീട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. तो ये हकीकत के साथ जिंदगियों में जिंदा हो. യാഥാർത്ഥ്യത്തോടു കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണം. आज बहुत से लोग कहते हैं, बहुत से लोग, कि पहले तबलीग में बड़ा मजा था, 3 दिन लोग जाते थे, जिंदगियां बदल जाती थी, अब 4 महीने लगा के भी वो बात नहीं है. ഇപ്പൊ പല ആൾക്കാരും പറയാറുണ്ട്, പണ്ടൊക്കെ തബ്ലീഗിൽ പോകുന്ന സമയത്ത് 3 ദിവസം നമ്മൾ പോയാൽ നമ്മുടെ ജീവിതം തന്നെ മാറുമായിരുന്നു, വലിയ രസം ഉണ്ടാവുമായിരുന്നു, വലിയ മാറ്റങ്ങളും ഫിക്കറുകൾ ഉണ്ടാകുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് 4 മാസം പോയാലും ആ ചേഞ്ച് ഉണ്ടാവുന്നില്ല നമ്മൾ പല ആൾക്കാരും പറയാറുണ്ട്. हालांकि जो तासीर और ताकत पहले दिन थी, 90 साल पहले, 100 साल पहले, आज भी वही ताकत और तासीर है. ചെറുമാരി ശരിക്കും പറഞ്ഞാൽ ഏതൊരു തഅ്സീറും ഏതൊരു അതിന്റെ പ്രതിഫലനവും ഏതൊരു താക്കത്ത് ശക്തിയും അന്ന് 100 വർഷം മുമ്പും 90 വർഷം മുമ്പ് ഉണ്ടോ ഇതിന്റെ ദഅവത്തിന്റെ പരിശ്രമത്തിന്, അതേ കാര്യങ്ങൾ ഇന്നുമുണ്ട്. लेकिन हम बदल गए. നമ്മളാണ് മാറിയത്. और पहले लोग चलते थे तलब और तड़प के साथ. ആദ്യ കാലഘട്ടത്തിൽ ജനങ്ങൾ ഇതിന്റെ പരിശ്രമത്തിൽ പുറപ്പെട്ടു പോലും തലബ ഒരു ആഗ്രഹത്തോടു കൂടിയാണ്, വലിയൊരു ഫിക്രോട് കൂടെ പോകുമായിരുന്നു. आज गुनाह बहुत हो गए. ഇന്ന് നമ്മളെ തെറ്റുകൾ വളരെ കൂടുതലാണ്. पहले गुनाहों से जिंदगियां पाक व साफ होती थी. അന്ന് മുമ്പത്തെ കാലഘട്ടത്തിലൊക്കെ പല അധികം നമ്മുടെ തെറ്റുകളിൽ നിന്നും വിമുക്തരായ ആൾക്കാരായിരിക്കും. इस दौर का सबसे बड़ा फितना दौरे दज्जाली का वो मोबाइल फोन है. ഇന്നത്തെ കാലത്ത് ദൗറ ദജ്ജാലിന്റെ ഏറ്റവും വലിയ ഫിത്ന നമ്മുടെ മൊബൈൽ ഫോണാണ്. और खुद हम गौर करें, उस जमाने में साथियों को देखते तस्बीह हाथों में होती थी, आज उमूमन मोबाइल ही होता है. അന്നത്തെ കാലഘട്ടത്തിലുള്ള ജമാഅത്തുകളിൽ പോകുമ്പോൾ സാത്തികളെ നമ്മൾ നോക്കിയാൽ അവരുടെ കയ്യിൽ തസ്ബീഹാത്ത് കാണുമായിരുന്നു. ഇന്ന് എല്ലാവരുടെ കയ്യിലും മൊബൈലാണ് കാണുന്നത്. अगर सोने से पहले हम जायजा लें कितने घंटे हमने मोबाइल चलाया, मोबाइल इस्तेमाल किया, तो पता चलेगा कितने घंटे उसमें जाया हो जाते. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സ്ക്രീൻ ടൈം മൊബൈലിൽ നിന്ന് എത്ര സമയമാണ് നമ്മൾ ചെലവാക്കിയെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എത്രയോ മണിക്കൂറുകൾ ഒരു ദിവസം പോയിട്ടുണ്ടെന്നുള്ളത്. इसीलिए पहले कहते सोने से पहले मुहासबा करो അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ മുഹാസബ ചെയ്യണം എന്ന് कि പറയുന്നത്. आज मेरी सुबह शाम की तस्बीहात पूरी हुई कि नहीं, ഇന്ന് നമ്മുടെ രാവിലത്തെയും വൈകുന്നേരത്തെയും തസ്ബീഹാത്ത് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ, और मेरी तिलावत हुई कि नहीं, ഇന്ന് നമ്മൾ ഖുർആൻ ഷരീഫിന്റെ തിലാവത്ത് ഓതിയിട്ടുണ്ടോ ഇല്ലയോ, और अल्लाह के दीन की कितनी दावत मैंने दी है, ഇന്ന് നമ്മൾ എത്ര ആൾക്കാരെ അള്ളാഹുവിന്റെ ദീന്റെ ദാവത്തിന് വേണ്ടി നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്, और कितने लोगों के सामने अल्लाह की बड़ाई व अजमत मैंने बयान की. ഇന്ന് നമ്മൾ എത്ര ആൾക്കാരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ വലിപ്പത്തെ കുറിച്ചും അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. हमारे पड़ोस मुल्क के हाजी अब्दुल वहाब साहब रहमतुल्लाह अलैह फरमाते थे, इज्तिमाई मेहनत के अलावा रोजाना 25 आदमियों से इनफरादी तौर पर मिलकर कहो कि अल्लाह ही से सब कुछ होता है. നമ്മുടെ ഹാജി അബ്ദുൽ വഹാബ് സാബ് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മുടെ സ്ഥിരം പറയുമായിരുന്നു, നമ്മൾ ഇജ്തിമായി ദഅവത്ത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് 25 ആളെടുത്തെങ്കിലും 25 ആളെടുത്തെങ്കിലും നമ്മൾ പോയി ഇൻഫ്രാദി ദഅവത്ത്, ഓരോ 25 ആളെടുത്തെങ്കിലും നമ്മൾ പോയിട്ട് പറയണം അള്ളാഹിനെ കൊണ്ട് മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളത്. तो जितनी दावत देंगे उतना बनेंगे, നമ്മൾ എത്ര കൂടുതൽ ദഅവത്ത് ചെയ്യും അത്ര उतना यकीन के रास्ते से दीन जिंदगियों में आएगा. അത്രത്തോളം യഖീനിന്റെ വഴിയോട് കൂടെ നമ്മുടെ ജീവിതത്തിൽ ദീൻ ഉണ്ടായിത്തീരും. अल्लाह पाक ने इस मेहनत में बड़ी जाज़बियत और कशिश रखी है. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദീന്റെ ദഅവത്തിന്റെ പരിശ്രമത്തിൽ വലിയ മാറ്റങ്ങൾ ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. अल्लाह ताला के यहाँ कुर्बानियों की एक मतलूबा सतह है. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിൽ ഒരു കുർബാനി ആഗ്രഹിക്കുന്നുണ്ട്. जब कुर्बानियां अपने मतलूबा सतह तक पहुंचती हैं तो फिर फैसले होते हैं. അള്ളാഹു തആല ഈ പരിശ്രമത്തിൽ ഒരു കുർബാനിയുടെ ഒരു ലെവൽ നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ലെവലിൽ നമ്മൾ പരിശ്രമം ത്യാഗം ചെയ്യാൻ തയ്യാറാണെങ്കിൽ അള്ളാഹിന്റെ ഭാഗത്തുള്ള സഹായം ഉണ്ടായിത്തീരുന്നതാണ്. हिजरत की कुर्बानी वजूद में आई, ഹിജ്റത്തിന്റെ കുർബാനി മുമ്പിൽ വന്നപ്പോൾ, और हिजरत की कुर्बानी कोई मामूली नहीं. ഹിജ്റത്തിന്റെ കുർബാനി ഹിജ്റത്തിന്റെ ത്യാഗം ഒരു ചെറിയൊരു മാമൂലി ത്യാഗമൊന്നും അല്ല. ये अल्लाह पाक के दीन के लिए घर को छोड़ा, അവർ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വീടുകൾ വിട്ടവരാണ്, वतन को छोड़ा, അവർ നാട് വിട്ടവരാണ്, बीवी बच्चे छोड़े, സ്വന്തം ഭാര്യ മക്കളെ വിട്ടു, आबा व अजदाद का वतन छोड़ा. സ്വന്തം നാടും വീടും എല്ലാം വിട്ടിട്ട് പോവാണ്. अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम जब मक्का छोड़ के जा रहे थे, मामूली कुर्बानी नहीं थी, हजारों साल की तारीख, बाप दादा परदादा ऊपर तक, और मक्के मुकर्रमा उस जमाने में भी दुनिया का मरकज था, पूरी दुनिया वहां आती थी, उसको छोड़ के निकले तो कोई मामूली कुर्बानी नहीं. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്ന ആ ഹിജ്റയുടെ സംഭവം അത് ചെറിയൊരു കുർബാനി ഒന്നുമല്ല, ചെറിയൊരു ത്യാഗമൊന്നുമല്ല. എത്രയോ വർഷങ്ങൾ, അതായത് ഹജ്ജ് നടക്കുന്ന സ്ഥലം, കഅബയുള്ള സ്ഥലം, ഫാമിലി മെമ്പർ എല്ലാം ഉള്ള സ്ഥലം വിട്ടിട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഹിജ്റ എന്ന് പറഞ്ഞ ചെറിയൊരു സംഭവം ഒന്നുമല്ല. 3 दिन गारे सौर में रहे. 3 ദിവസം ഗാറ സൗറിൽ നിന്നു. जब चल रहे थे काबे को देखा,
गार सौर से जब नजर डाली हिजरत के मौके पर काबतुल्लाह मक्के को हसरत भरी निगाहों से देखा സൗർ ഗുഹയിൽ നിന്നും ഇറങ്ങി പുറത്ത് നടന്നു പോകുന്ന സമയത്ത് നേരെ കാബയിലേക്ക് നോക്കി. और फिर मक्के से मुखातिब हुए പിന്നെ മക്കയെ മുൻനിർത്തിക്കൊണ്ട് പറഞ്ഞു, या मक्का तो ऐ मक्का ഏ മക്ക, मा अत्यबक मिन बलदिन व अहब्बक इलैया लौला अन्न कौमी अखरजूनी मिनकी मा सकंतु गैरक। मक्के से कह रहे हैं, काबे से कह रहे हैं, ऐ काबा तू क्या ही मुबारक व मोहतरम है और क्या ही मुबारक ये शहर है, वह अहब्बक इलैया और क्या ही मुझे तुझसे मोहब्बत है और क्या ही तो मेरे नजदीक महबूब है, लौला अन्न कौमी अखरजूनी मिनकी, अगर मेरी कौम मुझे यहाँ से न निकालती, इसलिए कि मेरे जिम्मे ये काम है दीन का, दावत और तबलीग का, उसे मैं छोड़ नहीं सकता, उसके नतीजे में आज मेरी कौम मुझे यहाँ से निकाल रही है, अगर मेरी कौम मुझे न निकालती तो मैं तुझे छोड़ के कभी न जाता। മക്കയെ മുഖാത്തിബ ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏ മക്ക, നീ എത്ര പരിശുദ്ധമായ സ്ഥലമാണ്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ്, ഈ സ്ഥലം ഒരിക്കലും ഞാൻ വിട്ടു പോകാൻ ആഗ്രഹിച്ചതല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഹിജ്റ ചെയ്യാൻ വേണ്ടിയിട്ട് ദീനിന് വേണ്ടി ഞാൻ നിന്നെ വിട്ടു പോകുന്നത്, എന്റെ നാട്ടുകാർ എന്നെ ഇവിടുന്ന് പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കുമായിരുന്നില്ല. और छोड़ा तो हमेशा के लिए छोड़ दिया। വിട്ട പൂർണ്ണമായിട്ടും വിടാൻ തയ്യാറായി നബി സല്ലല്ലാഹു അലൈഹി सन വസല്ലം. 6 साल के बाद 6 വർഷങ്ങൾക്ക് ശേഷം, बल्कि 7 साल उमरतुल क़ज़ा के मौके पर आए। 6-7 വർഷത്തിന് ശേഷം ഉംറത്തുൽ ഖദാന്റെ സമയമായി. सीरत निगारों ने लिखा है कि सहाबा मुहाजिरीन जब अपने घरों के पास से मक्के मुकर्रमा में जा रहे थे तो चेहरों पर कपड़े डाल लिए कि जिन घरों को हमने खुदा के लिए छोड़ा है अब उसकी तरफ देखना भी गवारा नहीं। സഹാബാക്കള് ഉംറ ചെയ്യാൻ വേണ്ടി തിരിച്ചു വന്ന സമയത്ത് സഹാബാക്കൾ ഉംറ കഴിഞ്ഞ മക്കയുടെ ഓരോ ഗല്ലികളിലും പോകുന്ന സമയത്ത് അവരുടെ മുഖത്തും അവരുടെ കയ്യിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ അവരുടെ മുഖത്തിട്ട് കൊണ്ട് നടന്നു. കാരണം അവർ പറഞ്ഞു, ഞങ്ങൾ വിട്ടുപോയ വീടുകളെ ഒന്നുകൂടെ നോക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. नबूवत के 13वें साल जब हजरत अंसार से आपकी बातचीत हुई, 72 लोग आए थे, 70 मर्द 2 औरतें। അതായത് ഹിജ്റയ്ക്ക് മുമ്പ് അൻസാരികളായ സഹാബാക്കൾ, മദീനക്കാരായ സഹാബാക്കൾ മക്കയിൽ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്ന സമയത്ത് 72 ആൾക്കാരുണ്ടായിരുന്നു, 70 ആണുങ്ങളും 2 സ്ത്രീകളും. तो उस वक्त उन्होंने कुछ सवालात उठाए। ആ സമയത്ത് ചില ചോദ്യങ്ങൾ അവർ ചോദിച്ചു നബി തങ്ങളോട്. हजरत अब्बास रदी अल्लाह अन्हु ने फरमाया कि ऐ मदीने वालों, यसरब उस जमाने में नाम उसका था, ओ यसरब वालों, तुम मेरे भतीजे को ले जाना चाहते हो, जानते हो न ले जाओ, इसलिए कि ये हमारे पास हैं, हम इनकी हिफाजत कर रहे हैं। ഹദരത്ത് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, മദീനക്കാരോട് പറഞ്ഞു, ഏ മദീനക്കാരെ, നിങ്ങൾ എൻ്റെ സഹോദരന്റെ മകനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ വലിയൊരു തീരുമാനമാണ് എടുക്കാൻ പോകുന്നുള്ളത്, ഞങ്ങളാണ് അവർക്ക് ഇപ്പൊ സംരക്ഷണം കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് ഇവിടെ. अगर तुम ले जाना चाहते हो, जानते हो क्या होगा? നിങ്ങൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? कि तुम्हारी बीवियां बेवा हो जाएंगी, നിങ്ങളുടെ ഭാര്യമാര് വിധവകളായിട്ട് മാറും, तुम्हारे बच्चे यतीम हो जाएंगे, നിങ്ങളുടെ മക്കൾ യതീമീങ്ങളാവും, पूरा अरब तुम्हारा दुश्मन बन जाएगा, അറബി രാജ്യം മുഴുവൻ നിങ്ങളുടെ ശത്രുക്കളായിട്ട് മാറും, तुम्हारे घर उजड़ जाएंगे। നിങ്ങളുടെ വീടുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. तो हजरत अंसार ने पूछा, या नबी अल्लाह ये सब कुछ होगा? ഹദരത്ത് അൻസാർ റളിയല്ലാഹു തആല അൻഹു അവർ ചോദിച്ചു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇതെല്ലാം ഞങ്ങൾ തയ്യാറാണ്. तो आपने सर हिलाते हुए इशारा किया, हाँ होगा। നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദിച്ചു, നബി തങ്ങൾ, അതായത് യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ തലയാട്ടി. फिर उसमें हमें क्या मिलेगा? തിരിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും ഇവർ അങ്ങോട്ട് നബി തങ്ങളോട് ചോദിച്ചു. तो आपने उनसे फरमाया जन्नत मिलेगी। അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ജന്നത്ത് സ്വർഗ്ഗം കിട്ടും എന്ന് പറഞ്ഞു. कहा कि सौदा हमें मंजूर है। അവർ സഹാബാക്കൾ ആ സമയത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് തൃപ്തികരമാണ്. तो सहाबा ने उस मौके पर एक सवाल उठाया, ആ സഹാബാക്കൾ ആ സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു. या नबी अल्लाह, हम आपको अभी लेके जा रहे हैं, हो सकता है कि आगे आपके दीन को गलबा हो जाए, दीन दुनिया में फैल जाए, मक्का फतह हो जाए, फिर दोबारा आप हमें छोड़ के वापस चले जाएंगे। ആ സമയത്ത് മദീനക്കാരായ സഹാബാക്കൾ തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകും, ഇൻഷാ അല്ലാഹ് ലോകം മുഴുവൻ ദീന് പ്രചരിക്കും, പല നാടുകളും ഇസ്ലാമിന്റെ കീഴിലായിട്ട് മാറും, നിങ്ങൾ മക്ക ഫത്ത് ആക്കും, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തിരിച്ച് ഞങ്ങളെ വിട്ടു പോയി കളയുമോ നബി എന്ന് ചോദിച്ചു. तो आपने फरमाया, फल महया महयाकुम वल ममातु ममातुकुम, अरे जीना भी तुम्हारे साथ, मरना भी तुम्हारे साथ। റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജീവിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ കൂടെ, മരിക്കുന്നുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൂടെ. आपने इसको इतना निभाया कि सिर्फ सन 7-6 हिजरी में निकले, हुदैबिया में रोक दिए गए, वापस हो गए, सन 7 हिजरी में गए,
उमरतुल क़ज़ा किया, 3 दिन बाद वापस हो गए। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും 6-ാമത്തെ വർഷം ഹിജ്റ 6-ാമത്തെ വർഷം വന്നു, ഹുദൈബിയയിൽ വന്നു, തിരിച്ചു പോകേണ്ടി വന്നു. പിന്നെ 7-ാമത്തെ വർഷം രണ്ടാമത് ഉംറ ചെയ്യാൻ വന്നു, 3 ദിവസം നിന്നു, പിന്നെ തിരിച്ചുപോയി. फतेह मक्का में गए, 18-20 दिन रहे, वापस हो गए। മക്കം ഫതഹിന്റെ സമയത്ത് 18-20 ദിവസം മക്കയിൽ നിന്നു, പിന്നെ തിരിച്ചുപോയി. फिर हज में गए, हज खत्म करके फौरन दूसरे दिन 14 तारीख को 14 जिलहिज्जा को ही वापस हो गए। പിന്നീട് ഹജ്ജിന് വേണ്ടി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജും കഴിഞ്ഞ ഉടനെയും 14-ാമത്തെ ദിവസം ദുൽഹിജ്ജ 14 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് മദീനയിലേക്ക് പോയി. फिर अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम ने ता क़ियाम क़ियामत मदीने को पसंद किया और मदीना आपकी आराम का बन गया। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുശേഷം മദീനയെ അവിടെ താമസിക്കാൻ ഇഷ്ടപ്പെടുകയും മദീനയിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുകയും ചെയ്തു. हुनैन के मौके पर अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम ने सारा माल जो है वो यानी मक्के वालों को दे दिया। ഹുനൈന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് കിട്ടിയ ഗനീമത്തിന്റെ മുഴുവൻ സംഭവങ്ങളും മക്കക്കാർക്ക് കൊടുത്തു. फतेह मक्का के बाद सन 8 हिजरी में हुनैन का मार्का हुआ है। മക്ക ഫതഹിന് ശേഷം ഹിജ്റ 8-ാമത്തെ വർഷമാണ് ഹുനൈൻ ഫതഹായത്. माल गनीमत में बहुत माल आया। ഗനീമത്തിന്റെ സ്വത്ത് വളരെ കൂടുതൽ ലഭിച്ചു. 40,000 बकरियां, 40,000 ആടുകൾ, 24,000 ऊंट, 24,000-ഓളം ഒട്ടകങ്ങൾ, 6,000 कैदी, 6,000-ഓളം ഖൈദികൾ, 1,00,000 छटाक चांदी 1,00,000-ഓളം चांदी। तो इतना माल आया। വളരെയധികം സമ്പത്തുകൾ വന്നു. अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम ने सारा माल दे दिया। नए नए जो लोग ईमान लाए, सरदारों को, मक्के वालों को सब बांट दिया। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മുഴുവൻ സമ്പത്തും പുതിയതായിട്ട് ഇസ്ലാമിൽ വന്ന ആൾക്കാർക്കും പെട്ടെന്ന് ദീനിയായിട്ട് വന്ന ആൾക്കാർക്കും മക്കക്കാർക്കാരും ബാക്കി മുഴുവൻ സമ്പത്തുകളും കൊടുത്തു. मदीने वालों को उसमें से कुछ नहीं दिया। മദീനക്കാർക്ക് ഇതിൽ ഒന്നും കൊടുത്തില്ല. तो जैसे होता है, इंसान है, മനുഷ്യരാണ്. बाज नौजवानों के दिलों में ये बात आ गई മദീനയിലെ ചില ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളിൽ ഈ ഒരു വിഷയം വന്നു. कि जब जान देने का मौका होता है तो हमें याद किया जाता है, അതായത് ജീവൻ കൊടുക്കേണ്ട സമയം വരുന്ന സമയത്ത് ഞങ്ങളെ ഓർമ്മിക്കുന്നുണ്ട്. जब माल देने का वक्त आता है तो अपनी कौम याद आ जाती है। പണം സമ്പാദിച്ചു പണം കിട്ടിയ സമയത്ത് കൊടുക്കുന്ന സമയത്ത് സ്വന്തം കൗമിന്റെ കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ടല്ലോ. ये बात दिलों से जबानों पे आई, അത് ഹൃദയത്തിൽ നിന്നും നാവിലേക്ക് വന്നു. अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम के कानों में पड़ी। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവിയിലെത്തി. तो आपने अंसार के सरदार हजरत साद बिन उबादा को बुलाया റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളുടെ നേതാവായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചു. कि तुम्हारी कौम की तरफ से ये बात मुझ तक पहुंची है, तुम क्या कहते हो? നിങ്ങളുടെ സമുദായത്തിൽ ആൾക്കാരിൽ നിന്നും ഈ കാര്യം എനിക്ക് എത്തിയിട്ടുണ്ട്, നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. तो फरमाने लगे, मा अना इल्लम रुउम मिन कौमी, मैं भी अपनी कौम का एक आदमी हूं। ഞാൻ എൻ്റെ ഈ സമുദായത്തിന്റെ ഒരാളാണ്. तो आपने फरमाया, अच्छा तुम्हारी पूरी कौम को इस हजीरा में जमा करो, इस बाउंड्री कंपाउंड में। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ എല്ലാ സമുദായത്തിലും നിങ്ങളെ അൻസാരികളായ ആൾക്കാരെല്ലാം ഈ കോമ്പൗണ്ടിനുള്ളിൽ ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു. और जब सब जमा हो जाए तो मुझे इत्तला करो। എല്ലാരും ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ എന്നെ നിങ്ങൾ വിളിക്കും. तो चुनाचे जमा हो गए तो आपको इत्तला की गई। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ഒരുമിച്ച് കൂടിയ ശേഷം വിളിക്കപ്പെട്ടു. आप सल्लल्लाहु अलैहि वसल्लम तशरीफ लाए, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ എത്തി. अल्लाह की हम्दो सना बयान की അള്ളാഹുവിന്റെ ഹംദും സനാവും ബയാൻ ചെയ്തു. और फिर ऐसी तकरीर की कि सबकी दाढ़ियां तर हो गई। ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചു എന്ന് വെച്ചാൽ എല്ലാവരുടെയും താടികൾ നനയുന്ന രീതിയിൽ കരയാൻ തുടങ്ങിയ ആൾക്കാർ. अजीब तकरीर आपकी थी। അജീബ്, അതായത് വളരെ അത്ഭുതകരമായി സംസാരിച്ചു. आपने फरमाया, या माशर अल अंसार, आए जमात अंसार, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, सबसे पहले अल्लाह रसूल के जो एहसानात उन पर है उसे बयान किया। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഈ അൻസാരികളുടെ മേലുള്ള ഇഹ്സാനാത്തുകൾ ബയാൻ ചെയ്തു, നന്മകൾ ബയാൻ ചെയ്തു. अलम आतिकुम दुल्लालन फहदाकुमुल्लाह व आलतन फअगनाकुमुल्लाह व अअदाअन फअल्लफल्लाहु बैन क़ुलूबिकुम। ऐ जमात अंसार, जब मैं तुम्हारे पास आया तो तुम गुमराह थे, अल्लाह ने तुम्हें हिदायत दी। അൻസാരികളെ എന്നെ അള്ളാഹു നിങ്ങളുടെ അടുത്തേക്ക് അയച്ച സമയത്ത്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ തെറ്റുകളിൽ കഴിക്കുന്നു കൂടുന്ന ആൾക്കാരായിരുന്നു, നിങ്ങൾക്ക് അള്ളാഹു തആല ഹിദായത്തിനെ തന്നു. तुम फकीर थे, अल्लाह ने तुम्हें माल दिया। നിങ്ങൾ ഒരു ദരിദ്ര ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നു, അള്ളാഹു തആല നിങ്ങൾക്ക് മുതൽ നൽകി, സമ്പത്ത് നൽകി. तुम आपस में दुश्मन थे, अल्लाह ने मेरी वजह से मोहब्बतें डाल दी, നിങ്ങൾ जोड़ दी। പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുഷ്മനായി ശത്രുക്കളായി ജീവിച്ചിരുന്നു. അള്ളാഹു തആല നിങ്ങളുടെ ഹൃദയങ്ങളെ തമ്മിൽ അടുപ്പിച്ചു, പരസ്പരം സ്നേഹത്തിൽ കഴിഞ്ഞുകൂടുന്നവരാക്കി മാറ്റി. सब ने कहा अल मन्नु लिल्लाहि व रसूलिही, यकीनन अल्लाह रसूल का हम पे बड़ा एहसान।
അവരെല്ലാ ആൾക്കാരും ഒന്നിച്ച് പറഞ്ഞു തീർച്ചയായിട്ടും അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഞങ്ങളുടെ മേലെ തീർച്ചയായിട്ടും ihsan ഉണ്ടെന്ന്. फिर आपने उनसे पूछा अला तुजीबूना या माशर अल अंसार, अय जमाते अंसार कि क्या तुम मेरी बातों का जवाब नहीं दोगे? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അൻസാരികളെ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരൂലേ? तो उन्होंने कहा कि मादा नुजीबु का या रसूल अल्लाह, अल मन्नु लिल्लाहि व रसूलिही, या नबी अल्लाह हम आपका क्या जवाब दे सकते हैं, अल्लाह और उसके रसूल का हम पे बड़ा एहसान। അവർ പറഞ്ഞു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ഉത്തരം നൽകാനാണ്? അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനും ഞങ്ങളോട് ഫുള്ള് സഹായിച്ചിട്ടേ ഉള്ളൂ. फिर फरमाया लौ शिअ्तुम लकुल्तुम फसदक्तुम वसुद्दिक्तुम, अगर तुम चाहो तो तुम कह सकते हो और तुम्हारी बातों का बुरा नहीं समझा जाएगा, तो तुम्हारे बातों की तस्दीक की जाएगी। നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അവർ പറഞ്ഞു, യാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ തീർച്ചയായിട്ടും അത് സത്യമായിട്ട് സ്വീകരിക്കും, നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറുമാണെന്നാണ്. थोड़ा जाग करके सुनेंगे इंशाअल्लाह। കുറച്ച് ഉണർന്നിട്ട് കേൾക്കുമോന്ന് ഇൻഷാ അല്ലാഹ്. दरूद शरीफ पढ़ो एक दफा, ഒരു പ്രാവശ്യം अल्लाहुम्मा सल्लि अला सय्यिदिना मुहम्मद व अला आलि सय्यिदिना मुहम्मद व बारिक व सल्लिम। क्यों बे जागेंगे? എല്ലാരും ഉണർന്നിരിക്കൂലേന്ന്. माशाअल्लाह मुजाहिदा करके अल्लाह आप हजरात को जज़ाए खैर दे। അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല പ്രതിഫലം തരട്ടെ. വലിയ മുജാഹിദ ചെയ്തു വന്ന ആൾക്കാർ दूर दराज जिलों से, इलाकों से 200, 500, 600 किलोमीटर से सफर करके गाड़ियों में रात में साथी पहुंचे, थके हुए हैं, नींद की कुर्बानी है, अल्लाह जज़ाए खैर। കുറെ ദൂരം നിന്ന് 600ഓളം കിലോമീറ്ററുകൾ താണ്ടി രാത്രി സമയത്ത് യാത്ര ചെയ്ത് വന്ന ആൾക്കാരാണ്. വലിയ ബുദ്ധിമുട്ടിയിട്ട് അതിന് ശേഷമുള്ള മജ്ലിസിൽ ഇരിക്കുകയാണ്. അള്ളാഹു തആല എല്ലാവർക്കും നല്ല പ്രതിഫലം തരുമാറാകട്ടെ. अभी चंद मिनट में बात खत्म हो जाएगी, थोड़ा जाग के सुन ले फिर आराम कर। കുറച്ച് സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് സംസാരം അവസാനിപ്പിക്കാം. കുറച്ച് സമയം ഉണർന്നിരുന്ന് കേൾക്കും ഇൻഷാ അല്ലാഹ്, പിന്നെ ആരാം ചെയ്യാം. माशाअल्लाह बड़े तलब वाला मजमा है, എല്ലാവരും എൻ്റെ മുന്നിൽ ആഗ്രഹത്തോടെ ഇരിക്കുന്നു. और तलब ही की बुनियाद पे मुतकल्लिम की जबान से बात अल्लाह निकलवाते हैं। ആഗ്രഹത്തിന്റെ ബുനിയാദിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്ന ആളുടെ ഹൃദയത്തിൽ നിന്നും നാവിലൂടെ സംസാരം നല്ല രീതിയിൽ പുറപ്പെടും. तो मैं क्या कह रहा था याद है? എന്താ പറയുന്നതെന്ന് ഓർമ്മയുണ്ടോന്ന്? എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ആ അൻസാരികളോട് ചേർന്ന് याद है ना? माशाअल्लाह ജിഹാദ്. हमारे मौलाना यूनुस साहब रहमतुल्लाह अलैह थे पूना में, वो फरमाते थे क्यों भी कोई गाड़ी चलाते चलाते सोता है क्या? മൗലാന യൂസുഫ് സാബ് റഹ്മത്തുള്ളാഹി അലൈഹി പൂനവാല എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾക്ക് ആരെങ്കിലും വണ്ടി ഓടിച്ചോടിച്ച് ഉറങ്ങാറുണ്ടോന്ന് ചോദിക്കും. कोई दुकान पे बैठ के सोता है क्या? ആരെങ്കിലും സ്വന്തം ഷോപ്പിൽ കച്ചവടത്തിൽ ഇരുന്നിട്ട് ഉറങ്ങാറുണ്ടോ? गल्ला ही गायब हो जाएगा। എല്ലാം സാധനങ്ങളൊക്കെ ആരെങ്കിലും അടിച്ചോണ്ട് പോകും. कोई गल्ले पे बैठ के सो जाए तो गल्ला ही गायब हो। गल्ला समझते हैं ना, पैसों पे बैठता है ഗല്ല गल्ले। മറ്റേ ക്യാഷിന്റെ അവിടെ ഇരുന്നിട്ടുള്ള സ്ഥലത്ത് ഒരാൾ ഇരുന്ന് ഉറങ്ങിയാൽ ആൾക്കാർ ക്യാഷിന്റെ ഗല്ലേനെ എടുത്തിട്ട് പോകുന്നു. तो इसीलिए थोड़ा जाग के सुनना है। കുറച്ച് ഇൻഷാ അല്ലാഹ് ഉണർന്നിരുന്ന് കേൾക്കും. सुनेंगे इंशाअल्लाह। കേൾക്കൂല ഇൻഷാ അല്ലാഹ്. एक दफा जोर से इंशाअल्लाह कहो। ഇൻഷാ അല്ലാഹ്. माशाअल्लाह ये हुई ना बात। तो आपने फरमाया റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ सल्लल्लाहु പറഞ്ഞു, अलैहि वसल्लम, हाँ, अगर तुम चाहो तो ये कह सकते हो जितना तरीदन फ़आवैना का व आइलन फ़आसैना का व खाइफन फ़आमन्ना का व मखदूलन फ़नसरना का, कि जब तुम मदीना मुनव्वरा हिजरत करके आए थे, जितना तरीदन पूरी दुनिया ने आपको धुतकार दिया था, झुटला दिया था, हमने आपको ठिकाना दिया। നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും മക്ക വിട്ട് മദീനയിൽ വന്ന സമയത്ത് അവര് ആട്ടിപ്പായിപ്പിക്കപ്പെട്ട രീതിയിൽ വന്നപ്പോൾ ഞങ്ങൾ മദീനക്കാരാണ് നിങ്ങളെ സഹായിച്ചതെന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു. खौफ ज़दा आए थे, हमने अमन दिया, और इसी तरह से पूरी दुनिया ने अपनी मदद के हाथों को आपसे रोक लिया, हमने आपकी मदद की, और आप बेठिकाना बेसहारा आए थे, हमने सहारा दिया। നിങ്ങൾ പേടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന സമയത്ത് നിങ്ങളെ ഞങ്ങൾ സഹായിച്ചു. ലോകം മുഴുവനുള്ള ജനങ്ങൾ നിങ്ങളെ എതിർത്ത സമയത്ത് ഞങ്ങൾ നിങ്ങളെ കൂട്ടത്തിൽ നിന്നു. എത്രത്തോളം ഞങ്ങളെ എല്ലാ സാധനങ്ങളും എല്ലാം ഒന്നിച്ച് നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളെ സഹായിച്ചു എന്ന് നിങ്ങൾ അൻസാരികൾക്ക് എന്നോട് പറയാമായിരുന്നു. हकीकत भी थी, एक एक कबीले पर आप जाते थे मिना के मौकों पर, ഹക്കീക്കത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓരോ കബീലകളിൽ പോകുമായിരുന്നു മിനയിൽ വെച്ച്. आवाज लगाते थे मैं यअवीनी व मैं यंसुरुनी हत्ता उबल्लिग रिसालत रब्बी व लहुल जन्ना, कौन मुझे ठिकाना देगा, कौन अपने यहाँ ले जाएगा ताकि मैं अपने रब का पैगाम उसके बंदों तक पहुंचा दूं, उसके लिए जन्नत है,
कोई तैयार नहीं होता था। റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മിനായിലെ ടെന്റുകളിൽ പോയിക്കൊണ്ട് പറയുമായിരുന്നു, ആരാണ് തയ്യാറുള്ളത്, ആരാണ് എന്നെ കൂട്ടിപ്പോവാൻ തയ്യാറുള്ളത്, അള്ളാഹുവിന്റെ ദീന്റെ ദഅവത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്നെ സഹായിക്കാൻ ആരാണ് തയ്യാറുള്ളത്, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ മിനയിലെ ടെന്റുകളിൽ പോകുമായിരുന്നു. कबीले आपको धक्के देते थे, भगाते थे। ഓരോ കബീലകളും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആട്ടിപ്പായിക്കുമായിരുന്നു. एक दफा आप दावत देते हुए खैमे में पहुंचे, मीना में। ഒരു പ്രാവശ്യം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ദഅവത്ത് ചെയ്തുകൊണ്ട് മിനയിലെ ഒരു കൈമേലെത്തി. कौम से बात करना चाहिए तो उसने कहा नहीं, हमारा सरदार बाहर गया है, वो आएगा तब बात सुनेंगे। ആ ജനങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് ഇപ്പൊ പുറത്തു പോയിട്ടുണ്ട്, അദ്ദേഹം വന്നതിന് ശേഷം അല്ലാതെ ഞങ്ങൾ കേൾക്കൂല എന്ന് പറഞ്ഞു. आप इंतजार में बैठ गए। റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിരുന്നു. थोड़ी देर के बाद वो सरदार आया കുറച്ച് സമയത്തിന് ശേഷം ആ നേതാവ് അവിടെ തിരിച്ചെത്തി. और आपको गुस्से की निगाह से देखा। റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങളെ ദേഷ്യത്തോടു കൂടെ और നോക്കി. फिर कहने लगा പിന്നീട് അദ്ദേഹം പറഞ്ഞു, कि अगर मेरी कौम तुझे ठिकाना न देती तो नाउजुबिल्लाह अब मैं तुझे बुरी तरह कत्ल कर देता। अगर मेरी कौम तुझे यहाँ ठिकाना न देती तो मैं तुझे बुरी तरह से अभी कत्ल कर देता, फौरन यहाँ से दफा हो जाओ। അദ്ദേഹം ഈ സർദാർ, ഈ നേതാവ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ കൗമെങ്ങാനും നിങ്ങളെ ഇവിടെ നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ ഇവിടുന്ന് പോകാൻ തയ്യാറില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ആട്ടിപ്പായിപ്പിക്കുന്നു. जब आप नाउम्मीद होकर वहां से ऊंटनी पर सवार हुए तो पीछे से उस बदबख्त ने एक नेजा मारा, ऊंटनी बिदक गई, आप ऊंटनी पर से नीचे गिर गए। റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിഷമത്തോടു കൂടെ നബി തങ്ങളുടെ ഒട്ടകത്തിന്റെ പുറകെ കയറി യാത്ര ചെയ്യാൻ തുടങ്ങി പോകുന്ന സമയത്ത് ഈ മനുഷ്യൻ, ഈ ശത്രു, ഈ നേതാവ് വന്നിട്ട് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഒട്ടകത്തിൽ അടിക്കുകയും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടുന്ന് വീഴുകയും ചെയ്തു. एक रिवायत में आता है कि एक दफा आप दावत दे रहे थे सुबह से, റസൂലുള്ളാഹി ഒരു റിവായത്തിൽ വരുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രാവശ്യം ദഅവത്ത് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു രാവിലെ മുതൽ. हत्तन तसफन नहार, आधा दिन गुजर गया। പകുതി ദിവസം ദഅവത്തിലൂടെ സമയം കഴിച്ചു. न खाने की फिक्र, न पीने की फिक्र, न बीवी बच्चों की एक दर्द और गम में दावत देते चले जाए। ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല, ഫാമിലി ഇല്ല, ആരുമില്ല, കൂടെ ഒന്നുമില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിലായി സമയം ചെലവഴിച്ചുകൊണ്ടേയിരുന്നു. ഉച്ചവരെയായി. इतने में एक बदबख्त आया जिसने आपके चेहरे पर थप्पड़ रसीद कर दी। ഇത് ഈ ഉച്ച സമയം വരെ ദഅവത്ത് ചെയ്ത സമയത്ത് ഒരു ശത്രു വന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തടിച്ചു. दूसरे ने सर पे मिट्टी डाली വേറൊരാൾ വന്ന് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ മണ്ണ് വാരിയിട്ടു. और तीसरे ने आपका गिरेबान फाड़ दिया റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ധരിച്ച വസ്ത്രത്തെ ഒരാൾ വന്ന് കീറിക്കളഞ്ഞു. और चौथे ने नाउजुबिल्लाह आपके चेहरे मुबारक पे थूक दिया। നാലാമത്തെ ഒരാൾ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നഊദു ബില്ലാഹ് അദ്ദേഹം മുഖത്ത് തുപ്പി. लेकिन ज़बान मुबारक से बद्दुआ का लफ्ज नहीं निकला। റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്നും ആ സമയത്ത് പോലും ഒരു ബദ്ദുആയുടെ ലഫ്സ് പുറത്തു വന്നില്ല. जो रावी है सहाबी, वो अभी ईमान नहीं लाए थे और फरमाते हैं कि मैंने देखा थोड़ी देर में एक छोटी सी बच्ची, बड़ी हसीन और जमील है, हाथ में प्याला लिए हुए दौड़ती हुई आई। ആ സഹാബി, ഈ സംഭവം റിവായത്ത് ചെയ്ത സഹാബി ആ സമയത്ത് മുസ്ലിം ആയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം പറയാണ്, കുറച്ച് സമയം കഴിയുമ്പോൾ ഞാൻ കണ്ടു ഒരു ചെറിയൊരു പെൺകുട്ടി ഒരു ചെറിയൊരു പാത്രത്തിൽ വെള്ളവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നു. वो अपने छोटे छोटे हाथों से पानी, लोटे से पानी डालती और आपकी दाढ़ी वगैरह को झाड़ती, चेहरे को पोंछती और रोती जाती थी और कहती जाती थी कि अब्बा जान आपने इन लोगों का क्या बिगाड़ा है, इन्होंने आपका ये हाल कर दिया। ആ പാത്രത്തിലുള്ള വെള്ളത്തിൽ കൈയിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തുണ്ടായിരുന്ന മണ്ണ് തുടച്ചു നീക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത സമയത്ത് ചോദിച്ചു, വാപ്പ ഇവരെ എന്ത് ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഇവർ നിങ്ങളുടെ ഈ രീതിയിൽ ഇവർ പെരുമാറുന്നത്? फिर उस बच्ची ने आपका हाथ पकड़ा और चलने लगी। അതിനുശേഷം ആ കുട്ടി, ചെറിയ പെൺകുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങി. तो रावी ने पूछा ये नौजवान कौन है जो दावत दे रहे हैं? ഈ റിവായത്ത് ചെയ്യുന്ന ആൾ ചോദിച്ചു, ചെറുപ്പക്കാരൻ ആരാ, ഈ ദഅവത്ത് ചെയ്യുന്ന ആൾ ആരാണ്? लोगों ने कहा कि ये मोहम्मद इब्न अब्दुल्ला है जो कहते हैं कि मैं नबी हूँ, जो बेदीन हो गए। ജനങ്ങൾ പറഞ്ഞു, അത് മുഹമ്മദ് ഇബ്നു അബ്ദുള്ളയാണ്, അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ നബിയാണെന്ന് പറയുന്നത്. और ये बच्ची कौन है? ഈ കുട്ടി ആരാണെന്ന് ചോദിച്ചു. कहा कि ज़ैनब बिन्त मोहम्मद रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम, जो आपकी बड़ी साहिबजादी हजरत ज़ैनब है। റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഹദരത്ത് സയ്യിദ റളിയല്ലാഹു തആല അൻഹ. तो इस तरह आप जाते थे, दावत देते, लोग नहीं मानते। ഈ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പോകുമായിരുന്നു, ജനങ്ങൾ കേൾക്കാൻ തയ്യാറാകുമായിരുന്നില്ല. तो आपने उसमें यही इशारात फरमाए कि सब ने अपने मदद के हाथों को रोक लिया, हमने आपकी मदद। റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതന്നെയാണ് പറഞ്ഞത്, ജനങ്ങൾ എല്ലാവരും എന്നെ എതിർത്ത സമയത്തും നിങ്ങൾ
നിങ്ങൾ എന്നെ സഹായിച്ചു. तो जब आपने ये फरमाया तो फिर हजरत अंसार ने फरमाया अल मन्नु लिल्लाहि व रसूलिही, अल्लाह रसूल का हम पे बड़ा एहसान. ആ സമയത്തും ഈ അൻസാരികളായ സഹാബാക്കൾ പറഞ്ഞു അള്ളാഹുനും അള്ളാഹു റസൂൽ ഞങ്ങളെ വല്ല സഹായിച്ചു. आपने फरमाया अवजदतुम फी नुफूसिकुम या माशर अल अंसार, ऐ जमात अंसार क्या तुमने अब मेरे बारे में अपने दिलों में ऐसी बातें पैदा कर ली. സഹാബാക്കളോട് ഈ അൻസാരികളായ സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അൻസാരികളെ നിങ്ങൾ എന്നിട്ടും എന്നെ കുറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ ആലോചിച്ചോ? तअल्लफ्तु बिहा कौमन अस्लमू, मैंने तालीफ कल्बी की खातिर जो अभी अभी लोग ईमान लाए उन सरदारों को मैंने दुनिया दे दी, तो तुम्हारे दिलों में मेरे बारे में ऐसी बातें आ गई. ഇപ്പൊ പുതിയതായിട്ട് മുസ്ലിമീങ്ങളായിട്ട് വന്ന കുറച്ച് ആൾക്കാർ, അവർ ബലഹീന ഹൃദയരായ ആൾക്കാർക്ക് ദുനിയാവിന് ഞാൻ സമ്പത്ത് അവർക്ക് കൊടുത്തപ്പോൾ നിങ്ങളെ ഹൃദയങ്ങളിൽ എന്നെ കുറിച്ച് ഇങ്ങനെ തോന്നിപ്പോയോ സഹാബാക്കളെ? ववक्कलतुकुम इला मा क़सम अल्लाहु लकुम मिनल इस्लामी, और मैंने तुम्हें वो चीजें अता की हैं जो इस्लाम ने तुम्हें दी, इस्लाम की वजह से तुम्हें मिली. ഞാൻ നിങ്ങൾക്ക് ഇസ്ലാം കാരണം എന്താണോ നിങ്ങൾക്ക് കിട്ടിയത് ആ സാധനം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. फिर आपने अजीब बात इरशाद फरमाई, अफला तरदौन या माशर अल अंसार अय यذهب الناس इला रिहालिहिम बिश्शाइ वल बईर व अंतुम तذहबून बिरसूलिल्लाह इला रिहालिकुम. ऐ जमात अंसार, क्या तुम इस बात पर राजी नहीं हो कि अब यहाँ हुनैन के बाद जब ये मक्के वाले मक्के मुकर्रमा को वापस लौटे तो अपने साथ भेड़ बकरियों को, ऊंटों को, माल को लेकर लौटें, और जब तुम मदीने वाले अंसार मदीने मुनव्वरा को लौटो तो अपने साथ मुहम्मदुर रसूलुल्लाह को लेकर लौटो. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയണ്ടായി, അൻസാരികളായ സഹാബാക്കളെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തത്, അവര് ആദ്യമായിട്ട് മുസ്ലിമിലേക്ക് വന്ന ആൾക്കാർ, ബലഹീന ഹൃദയ ആൾക്കാരാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം മക്കയിലുള്ള ആൾക്കാരും ബാക്കിയുള്ള നാട്ടുകാരും അവരുടെ നാടുകളിലേക്ക് ഈ സമ്പത്തുകളും ഇവിടുന്ന് ലഭിച്ച സാധനങ്ങളുമായി തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ അൻസാരികളായ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലായ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലായ എന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ സഹാബാക്കൾ? फिर आपने उनसे फरमाया कि मैंने तुम्हें दुनिया नहीं दी, इसका मतलब ये नहीं कि तुम्हारी कोई हैसियत मेरे दिल में नहीं. സഹാബാക്കളെ, നിങ്ങൾക്ക് ഞാൻ ദുനിയാവ് തന്നിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്റെ ഹൃദയത്തിൽ ബഹുമാനമില്ല എന്നുള്ളതല്ല. बल्कि तुम्हारा मकाम तो ऐसा है, लौ अन्नन्नास सलकू शिअबन वसलकतिल अंसारु शिअबन लसलकतु शिअबल अंसार वलौलल हिजरा लकुन्तुम रअम मिनल अंसार अल्लाहुम्मा अरहमिल अंसार व अबना अल अंसार व अबना अबनाइल अंसार फबकल कौम हत्ता अखदलू लुहाहुम व क़ालू रदीना बिल्लाहि रब्बा व रसूलिही क़स्मन. और फिर फरमाया कि ऐ जमात अंसार, ये ना समझो कि तुम्हारी कोई हैसियत मेरे दिल में नहीं है इसलिए दुनिया नहीं दी, बल्कि तुम्हारा मकाम तो ऐसा है कि पूरी दुनिया के इंसान एक रास्ते पर चले और तुम जमात अंसार दूसरे रास्ते पर चलो, तो मैं अंसार के रास्ते पर चलूंगा. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറഞ്ഞു, അൻസാരികളെ, നിങ്ങളെ കുറിച്ചുള്ള സ്ഥാനം എന്റെ ഹൃദയത്തിൽ എന്താ ഉള്ളത്, നിങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരു വഴിയിലൂടെ പോവുകയും അൻസാരികളായ നിങ്ങൾ ഒരു വഴിയിലൂടെ പോവുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലായ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടത്തിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. वलौलल हिजरा लकुन्तुम रअम मिनल अंसार, अगर हिजरत की फजीलत ना होती तो मैं भी अंसार में का एक आदमी होता. ഹിജ്റയുടെ ഫളീലത്ത് ഇല്ലായിരുന്നെങ്കിൽ ഞാനും ആഗ്രഹിക്കുമായിരുന്നു, ഞാൻ അൻസാരികളിൽപ്പെട്ട ഒരാളാകാൻ വേണ്ടി ആഗ്രഹിക്കുമായിരുന്നു. पिछले साल जापान के इज्तिमा में मैंने एक किस्सा सुनाया, तो उसमें बाद में अमीर साहब जो थे हमारे रायवंड के जिम्मेदार, उन्होंने एक जुमले का और इजाफा किया. हदीसों में एक जुमला और मिलता है, वो ये कि आपने फरमाया कि दुनिया के इन इंसान वो मेरे बाहर का कपड़ा है और तुम जमात अंसार मेरे अंदर का कपड़ा है. കഴിഞ്ഞ പ്രാവശ്യം മുഫ്തി സാഹിബ് ജാപ്പാനിൽ പോയ സമയത്ത് അവിടെ ഈ കാര്യം ബയാൻ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അമീർ സാഹിബ് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇത് മാത്രമല്ല ഒരു കാര്യം കൂടെ റിവായത്തുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻസാരികളോടായിട്ട് പറഞ്ഞു, അൻസാരികളെ, ഇത് ബാക്കിയുള്ള ലോകത്തുള്ള ബാക്കിയുള്ള എല്ലാ ജനങ്ങളും എൻ്റെ പുറത്തുള്ള വസ്ത്രമാണ്, നിങ്ങൾ അൻസാരികൾ എൻ്റെ അകത്ത വസ്ത്രമാണ്. फिर आपने उनको दुआएं दी, अल्लाह अंसार पर रहम फरमा, अंसार के बेटों पर रहम फरमा, अंसार के पोतों पर रहम फरमा. आप
उनके जुमले ऐसे थे, दुआएं ऐसी थी। रावी फरमाते फबकल कौम, पूरी कौम रो पड़ी और इतना रोई हत्ता अख्दलु लुहाहुम, उनकी दाढ़ियां तर हो गई और सब ने एक जबान कहा रदीना बिल्लाहि रब्बा, हम अल्लाह के रब होने पर राजी हैं और अपने रसूल की तकसीम पर राजी हैं। അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞ കാര്യങ്ങൾ അവരെടുത്ത് സംസാരിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസാരികളോട് അവർക്ക് വേണ്ടി ദുആ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മഗ്ഫിറത്തിന് വേണ്ടിയും അവരുടെ റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്തു. അവരുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തു. അവരുടെ ചെറുമക്കൾക്ക് വേണ്ടി, അതിനുശേഷം വരുന്ന എല്ലാ നസ്ലുകൾക്ക് വേണ്ടി നിബിത്തങ്ങൾ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാ അൻസാരികളും അവരുടെ താടികൾ നനയുന്ന രീതിയിൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ഒറ്റ സ്വരത്തിൽ പറഞ്ഞു റദീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാം, അതായത് അള്ളാഹു റബ്ബായിക്കൊണ്ട് ഞങ്ങൾ പൂർണ്ണമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതേപോലെ ഏതൊരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ തഖ്സീം ചെയ്തോ, ജനങ്ങൾക്ക് വിഭജിച്ചു കൊടുത്തോ, അതിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണെന്ന് എല്ലാ അൻസാരികളും ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. एक मौके पर हजरत अंसार से आपने फरमाया कि मेरे बाद तुम्हें बड़े बड़े ओहदे नहीं मिलेंगे और तुम्हें तुम्हारे हक से महरूम किया जाएगा, तो तुम उस पर झगड़ा न करना, हौज कौसर पर आकर मुझसे मिल लेना, मैं अल्लाह से लेके सब दिलवा दूं। ഒരു പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ ശേഷം ഞാൻ പോയതിനു ശേഷം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം, നിങ്ങൾക്ക് കുറെ ദുനിയാവികളൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല, നിങ്ങൾ ഉണ്ട സമ്പാദ്യങ്ങൾ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കാം, എന്നാലും ദുനിയാവ് നിങ്ങളൊന്നും ആഗ്രഹിക്കേണ്ട, ഹൗല കൗസറിൽ ഇൻഷാ അല്ലാഹ് ആഖിറത്തിൽ നിങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ മുമ്പിൽ വന്നോളി, ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അടുത്ത് ഞാൻ നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങിച്ചു തരാമെന്ന്. तो इसलिए ये मेहनत खालिस अल्लाह के लिए करना, അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ദഅവത്തിന്റെ പരിശ്രമം അള്ളാഹുവിന് വേണ്ടി പരിശുദ്ധമായി നമ്മൾ ചെയ്യേണ്ട പറ്റും. क्या हम इस मेहनत से कुछ नहीं चाहते, നമ്മുടെ ഈ മെഹനത്ത് ഈ പരിശ്രമം കൊണ്ടൊന്നും ആഗ്രഹിക്കുന്നില്ല സർ. बस अल्लाह से बदला चाहे, അള്ളാഹുവിൽ നിന്ന് നമ്മൾ അതിന്റെ പ്രതിഫലം വാങ്ങിച്ചോളാം. ये ना बदला चाहते ना शुक्रिया चाहते दुनिया वालों से। ദുനിയാവിന്റെ ജനങ്ങളിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഒന്നും തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ല, അവരുടെ നന്ദി വാക്കുകളും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. इन अजरिया इल्ला अल्लाह, क्या बदला अल्लाह से हम ले, ഇതിനുള്ള പ്രതിഫലം അള്ളാഹു തആല നമ്മൾ അതിന്റെ പകരം വാങ്ങിച്ചോളും. ला नुरीदु मिनकुम जज़ाअ वला शुकुरा, हम ना तुमसे बदला चाहते ना शुक्रिया चाहते, बदला भी अल्लाह से लेंगे, शुक्रिया भी अल्लाह से, നമ്മൾ ഇതിന്റെ പകരവും അള്ളാഹുവിൽ നിന്ന് മേടിച്ചോളും, അതിനുള്ള ശുക്റും അതിന്റെ നന്ദി വാക്കുകളും അള്ളാഹുവിൽ നിന്ന് और മേടിച്ചോളും. अल्लाह का काम अल्लाह के लिए करेंगे അള്ളാഹുവിന്റെ പരിശ്രമം അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യും, और उसी के लिए कुर्बानियां देंगे। അള്ളാഹുവിന് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യും. दावत की मेहनत कुर्बानियों को चाहती है, ദീനിന്റെ ദഅവത്തിന്റെ പരിശ്രമം നമ്മളുടെ ത്യാഗമാണ് ആഗ്രഹിക്കുന്നത്. अल्लाह के बंदे कैसी कैसी कुर्बानियां दे रहे हैं। അള്ളാഹുവിന്റെ അടിമകൾ എത്ര 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 ത്യാഗങ്ങളാണ് ചെയ്യുന്നത്. अभी हम मई में 2 महीने पहले हम लोग जो है कुछ मुल्कों के सफर में थे, 2 മാസം മുമ്പ് നമ്മൾ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു तो हम लोग പുറം രാജ്യത്ത് हाँ, जोहानसबर्ग के इज्तिमा में हम थे, ജോഹന്നസ്ബർഗിൽ പോയി, साउथ अफ्रीका। സൗത്ത് ആഫ്രിക്ക. माशाअल्लाह तकरीबन 25,000 का मजमा था। 25,000-ഓളം മജ്മ ഉണ്ടായിരുന്നു അവിടെ. बाहर मुल्कों की कितनी जमातें आई। വലിയ ബാക്കി രാജ്യങ്ങളിൽ നിന്ന് കുറെ ജമാഅത്തുകൾ അവിടെ വന്നു. कीनिया के इज्तिमा में हम थे नैरोबी में, കെനിയ ഇസ്തിമ ഉണ്ടായിരുന്നു നെയ്റോബിയിൽ, ആഫ്രിക്കൻ രാജ്യം. 30 जमातें रायवंड की, पड़ोस मुल्क की, वहाँ 7 महीने की और साल की चल रही। 30 ജമാഅത്തുകൾ നമ്മുടെ അയൽ രാജ്യത്തിൽ നിന്ന് റൈമണ്ടിൽ നിന്ന് വന്ന ജമാഅത്തുകൾ 7 മാസം ഒരു വർഷത്തേക്കുള്ള ജമാഅത്തുകൾ യാത്ര ചെയ്തുകൊണ്ടേണ്ട്. युगांडा में उनकी 18 जमातें चल रही, 18 ജമാഅത്തുകൾ ഉഗാണ്ട, വേറെ ആഫ്രിക്കൻ രാജ്യം ഉഗാണ്ടയിൽ നടക്കുന്നുണ്ട്. और सूडान में उनकी सालाना 50-60 जमातें चलती हैं। ഓരോ വർഷത്തിലും നമ്മുടെ അയൽ രാജ്യത്തിൽ നിന്നുള്ള 50-60 ജമാഅത്തുകൾ സുഡാനിൽ പോകുന്നുണ്ട്. और कैसे कैसे मुल्कों में, बंजर मुल्कों में पैदल चल रही जमातें। ഏതൊക്കെ രീതിയിലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരു ഇതുമില്ലാത്ത ആഫ്രിക്കയുടെ കാടുകളിൽ പോലും പൈതലായിട്ടുള്ള ജമാഅത്തുകൾ പോകും. हमने कुछ जमातों की कारगुजारियां सुनी, 5,000 किलोमीटर, 6,000 किलोमीटर, 7,000 किलोमीटर पैदल चल रहे हैं। 5,000 കിലോമീറ്റർ, 6,000 കിലോമീറ്റർ, 7,000 കിലോമീറ്റർ നടന്നുകൊണ്ട് യാത്ര ചെയ്യുന്ന പല ജമാഅത്തുകളുടെയും കാർഗുജാരികൾ നമ്മൾ കേട്ടു. खाना खिलाने वाला कोई नहीं, ആരും ഭക്ഷണം കൊടുക്കാനില്ല, और खुद कच्चा पक्का बना के खाना लोगों को खिलाना। എന്തെങ്കിലും ഉണ്ടാക്കി സാധാരണ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങൾക്ക് തിന്നാൻ കൊടുക്കുകയാണ് അവര്. बहुत से बस्तियों में ना पानी, ना लाइट, ना बिजली, कुछ नहीं, പല സ്ഥലങ്ങളിലും വെള്ളം ഇല്ല, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. और बड़े बड़े मच्छर വലിയ വലിയ കൊതുകുകള്. जंगलों में, पहाड़ों में, वादियों में जमाते पैदल चल। ഓരോ ജമാഅത്തുകളും ഓരോ കാടുകളിലും പർവ്വതങ്ങളുടെ മേലെയും ഓരോ മലഞ്ചെരുവുകളിലും നടന്നുകൊണ്ട് പോവാണ് ജമാഅത്തുകൾ. हम लोग अपनी ഖിയാംഗാ में थे, നമ്മളെ ഖിയാംഗാഹിലായിരുന്നു. एक आलिम मिलने के लिए आए, ഒരു ആലിം നമ്മളെ വന്ന് കാണാൻ വന്നു. वो कहने लगे देखो जी मैं दूसरे साल में चल रहा हूँ, അദ്ദേഹം പറഞ്ഞു, നോക്കി ഞാൻ രണ്ടാമത്തെ എന്റെ
രണ്ടാമത്തെ വർഷത്തെ ജമാഅത്താണിത്. कहने लगे मेरी शादी हुई 5 साल हुए, എന്റെ കല്യാണം കഴിഞ്ഞു 5 വർഷമായി. 3 छोटे छोटे बच्चे, 3 ചെറിയ ചെറിയ മക്കളുണ്ട്. शादी के बाद साल लगाया, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ 1 വർഷം ജമാഅത്തിൽ പോയി. अभी शादी हुए 5 साल हुए, दूसरे साल में चल रहा हूँ. ഇപ്പൊ 5 വർഷം കല്യാണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത്തെ 1 വർഷം ജമാഅത്തിൽ പോവാണ്. 8 महीने हो गए, सिर्फ 4 महीने बाकी, 8 മാസം കഴിഞ്ഞു, ഇനി 4 മാസേ ബാക്കിയുള്ളൂ. वो भी यूं निकल जाएंगे. അതും ഇങ്ങനെ തന്നെ പോവുകയാണ്. तो हम हैरत कर रहे थे, हमारे साथ एक बड़े मौलाना थे, वो भी अभी इंशाल्लाह आएंगे, उनका बयान भी होगा यहाँ. वो और मैं हैरत में पड़ गए कि कैसे कैसे अल्लाह के बंदे क्या खुशियों से अल्लाह के लिए कुर्बानियां दें. നമ്മുടെ കൂട്ടത്തിൽ വേറൊരു മൗലാന ഉണ്ട്, അദ്ദേഹം ഇൻഷാല്ല വരും, പിന്നെ ഇവിടെ എത്തുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ ലോകത്ത് പല രാജ്യങ്ങളിലും പല നാടുകളിലും എത്ര എത്ര ആൾക്കാർ എങ്ങനെയെല്ലാം ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. मैंने रेवंड वालों से कहा, जिम्मेदारों से, अल्लाह रब्बुल इज्जत ने कितना प्यारा काम चलाया, आपके मुल्क को भी अल्लाह ने कबूल किया. अगर आपकी ये पैदल जमातें इन मुल्कों में ना होती तो ये सब मुल्क वीरान हो जाते. അവിടുത്തെ റൈവന്റെ ജിമ്മേദാരോട് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു തആല എത്രയും വലിയ അനുഗ്രഹമാണ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലെ ഈ ജമാഅത്തുകൾ, പൈതൽ ജമാഅത്തുകൾ ഓരോ രാജ്യങ്ങളിൽ, ആഫ്രിക്കന്റെ കാടുകളിലും രാജ്യങ്ങളിലും പോയില്ലായിരുന്നെങ്കിൽ എത്രയോ നാടുകൾ ഒന്നും കിട്ടാതായി പോയേനെ. ये अल्लाह के पैगाम को लेके दुनिया में फिर रहे. അള്ളാഹുവിന്റെ ഇതുകൊണ്ട് ഈ ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. पैदल जमातों में फिरना ये अल्लाह के गजब को ठंडा करता. ഈ നമ്മൾ പൈതൽ ജമാഅത്ത് നടന്നുകൊണ്ടുള്ള ജമാഅത്ത് അള്ളാഹുവിന്റെ ദേഷ്യത്തെ തണുപ്പിക്കുന്നതാണ്. इसीलिए हमारे बुजुर्ग जब हालात आते मुल्क में, दुनिया भर में, तो पैदल जमातें चलाते. അതുകൊണ്ട് നമ്മുടെ ബുസുർഗീങ്ങൾ സാധാരണ നാടുകളിൽ എന്തെങ്കിലും അവസ്ഥകൾ വരുന്ന സമയത്ത് പൈതൽ ജമാഅത്തുകൾ പുറപ്പെടുവിക്കാനാണ് പറയാറ്. जब ये अल्लाह की मोहब्बत में अल्लाह के लिए पैदल चलेंगे, रात में उठकर रोएंगे धोएंगे, तो अल्लाह की रहमतें मुतवज्जह होंगी, उसके गजब के दरवाजे बंद होंगे. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് നടന്നുകൊണ്ട് ജമാഅത്തുകൾ പോയി രാത്രി സമയങ്ങളിൽ അള്ളാഹുവിനോട് കരഞ്ഞാൽ അള്ളാഹുവിന്റെ ദേഷ്യം കുറയുന്നു മാത്രമല്ല, ആ നാടുകളിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്നതാണ്. इस वक्त पूरी दुनिया गुनाहों की जहन्नम की भट्टी बनी हुई, ഇന്ന് ലോകം മുഴുവനും തെറ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. गुनाहों का दौर दौरा है. പിന്നെയും പിന്നെയും തെറ്റുകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. तो ऐसे वक्त में अल्लाह के कुछ बंदे अल्लाह के लिए, अल्लाह की मोहब्बत में पैदल चल रहे हैं. ഈ സമയങ്ങളിൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ കുറെ ജനങ്ങൾ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അള്ളാഹുവിന്റെ അടിമകൾ അള്ളാഹിന് വേണ്ടി മാത്രം ത്യാഗം ചെയ്ത് പൈതൽ ജമാഅത്തുകളായി ലോകം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ये मेहनत अल्लाह पाक ने दी है ഈ പരിശ്രമം അള്ളാഹ് നമുക്ക് തന്നാണ്. और अल्लाह पाक ने इसमें हमें चलाया है. അള്ളാഹു തആല നമ്മളെ ഈ പരിശ്രമത്തിൽ ഉൾപ്പെടുത്തിയാണ്. तो इस मेहनत को अपनी जिंदगियों का मकसद बनाना. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ പരിശ്രമത്തെ, ദീന്റെ ദഅവത്തിന്റെ പരിശ്രമത്തെ നമ്മൾ നമ്മളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം, ഉദ്ദേശമായി മാറ്റണം. और तकाजे पैदा भी करना है, तकाजों को पूरा भी करना है. നമ്മൾ തക്കാസകൾ ഉണ്ടാക്കണം, തക്കാസകൾ പൂർത്തീകരിക്കുന്നവരായിട്ട് മാറണം. और इस मेहनत की कदरदानी यह है कि जानो माल को इस राह में झोंक देना है. ഈ മെഹനത്തിനെ നമ്മൾ കദർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ജാൻ, നമ്മളുടെ സമ്പത്തും നമ്മളുടെ ശരീരവും ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം. हमारे बुजुर्गों में कादी अब्दुल वहाब साहब थे गुजरात के. നമ്മുടെ ബുസുർഗീങ്ങൾ പെട്ട ആളാണ് അബ്ദുൽ വഹാബ് സാബ് ഗുജറാത്തിലെ. उनके कमरे में बहुत बड़ा वर्ल्ड मैप था. അദ്ദേഹത്തിന്റെ റൂമിന്റെ ഉള്ളിൽ വലിയൊരു വേൾഡ് മാപ്പ് ഉണ്ടായിരുന്നു. रात में जब खाने वगैरह से फारिग होते तो आके मैप के सामने खड़े हो जाते. രാത്രിയിൽ ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം വന്ന് മാപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു അദ്ദേഹം. और खड़े होके बहुत गौर से देखते. കുറെ സമയം ഇങ്ങനെ നോക്കി നിൽക്കും മാപ്പിൽ. साथियों से पूछते, देखो इसमें कौन सा मुल्क ऐसा है जहां अब तक जमात नहीं गई. ബാക്കി സാഥികളോട് ചോദിക്കും, നിങ്ങൾ പറയും ഇതിൽ ഏത് സ്ഥലം അങ്ങനെയുണ്ട്, ഇതുവരെ ജമാഅത്ത് പോവാത്ത സ്ഥലം ഈ മാപ്പിൽ നിങ്ങൾ എനിക്ക് കാണിച്ചു തരും. साथी कहते कि देखो ये मुल्क है अब तक जमात नहीं गई. സാഥികൾ കാണിച്ചു കൊടുക്കും, ഈ സ്ഥലം, ഈ രാജ്യത്ത് ഇതുവരെ ജമാഅത്ത് പോയിട്ടില്ല എന്ന് പറയും. तो कहते हैं कि अच्छा इस मुल्क में जाने के लिए खर्चा कितना है. എന്നിട്ട് നെക്സ്റ്റ് അടുത്ത ചോദ്യം ചോദിക്കും, ശരി എന്നാ ഈ നാട്ടിലേക്ക് പോകണമെന്നെങ്കിൽ എത്ര ചെലവുണ്ട്, എത്ര ചെലവ് ആവശ്യമുണ്ട്, और किस तरह के साथी चाहिए, എങ്ങനെയുള്ള ആൾക്കാരെയാണ് ആവശ്യമുള്ളത്, और क्या जबान वहां बोली जाती है, അവിടെ ഏത് ഭാഷയാണ് സംസാരിക്കപ്പെടുക, पूरा स्टडी करते हैं. എല്ലാം ഈ ടോട്ടൽ ഇതിനെ കുറിച്ച് പഠിക്കും. और फिर रात में उठ के अल्लाह के सामने रो के दुआ करते हैं. രാത്രി സമയത്ത് എണീറ്റ് അള്ളാഹുവിനോട് ദുആ ചെയ്യും. और फिर सुबह में साथियों को लेके सुबह का सफर करते हैं. പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് സാഥികളെ കൂട്ടി ഓരോ യാത്ര നടത്തും. और फिर इस तरह जमात बनाते उस मुल्क में रवाना करते. ഇതേപോലെ ജമാഅത്തുകൾ ഉണ്ടാക്കി ആ രാജ്യത്തേക്ക് ജമാഅത്തുകളായി. तो इसे कहते हैं तकाजे पैदा करना है ഇതാണ് പറയുന്നത്, തക്കാസകൾ നമ്മൾ ഉണ്ടാക്കണം, और तकाजों को पूरा करना है. തക്കാസകളെ പൂർത്തീകരിക്കുകയും ചെയ്യണം. अल्लाह पाक ने इस उम्मत में बड़ी सलाहियतें रखी है. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് വലിയ വലിയ കഴിവുകൾ തന്നിട്ടുണ്ട്. इस उम्मत में बड़ी इस्तेदाद है. അള്ളാഹു ഈ ഉമ്മത്തിൽ വലിയ ശക്തികളുണ്ട്, കഴിവുണ്ട്. पता नहीं कैसे कैसे हीरे इसमें छुपे हुए हैं. എങ്ങനെയുള്ള ഡയമണ്ടുകളാണ്, ഹീരകളാണ് ഈ ഉമ്മത്തിലുള്ളത് നമുക്കറിയില്ല, हम नहीं जानते. നമുക്കറിയില്ല. हमारे बुजुर्गों में कर्नल अमीरुद्दीन साहब थे. നമ്മുടെ ബുസുർഗീങ്ങളിൽ പെട്ട ആളായിരുന്നു കേണൽ അമീറുദ്ദീൻ സാബ്. एक दफा उन्होंने अजीब कारगुजारी सुनाई. ഒരു പ്രാവശ്യം അദ്ദേഹം ഒരു അത്ഭുതകരമായ കാർഗുസാരി കേൾപ്പിച്ചു. एक दफा हमारे बुजुर्ग फरमाने लगे, हरम शरीफ में मेरी उनसे मुलाकात हुई.
ഒരു നമ്മുടെ ബുസുൽ പറഞ്ഞു ഒരു പ്രാവശ്യം ഹറം ഷെരീഫിൽ ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചു. इन्हें हमारे फारूक साहब ने उनसे पूछा हरम ഫാറൂഖ് शरीफ സാബ് में അദ്ദേഹത്തോട് ചോദിച്ചു ഹറം ഷെരീഫിൽ कि भाई अब तक आपके कितने स्कोर हो गए, ഇതുവരെ നിങ്ങളെ സ്കോർ എത്രയായും ചോദിച്ചു. കേൺ അമീറുദ്ദീൻ സാഹിബിന്റെ അടുത്ത് ഫാറൂഖ് സാബ് ചോദിച്ചു. जैसे क्रिकेट मैच में स्कोर होते हैं. ഏത് രീതിയിൽ ക്രിക്കറ്റ് മാച്ചിൽ നമ്മൾ സ്കോർ ചോദിക്കുമല്ലോ. तो पूछा भाई कितने स्कोर हो गए, तो कहने लगे 10,000 से ज्यादा हो गए. അദ്ദേഹം പറഞ്ഞു സ്കോർ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 10,000-ൽ കൂടുതലായി എന്ന് പറഞ്ഞു. क्या मतलब कि 10,000 से ज्यादा लोग उनके हाथ पे ईमान में दाखिल हुए. അതിന്റെ അർത്ഥം എന്താണ്? 10,000-ൽ കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈമാൻ കൊണ്ട് എന്നുള്ളതാണ്. एक दफा उन्होंने कारगुजारी सुनाई. ഒരു പ്രാവശ്യം അദ്ദേഹം ഒരു കാർഗുജാരി കേൾപ്പിച്ചു. अमेरिका में एक मस्जिद में हमारी जमात गई. അമേരിക്കയിൽ ഒരു പള്ളിയിൽ നമ്മുടെ ജമാഅത്ത് പോയി. नमाज असर के बाद हमने इमाम साहब से कहा कि हम पहचानते नहीं मुसलमानों को गश्त कराओ. അസർ നമസ്കാരത്തിന് ശേഷം അവിടെയുള്ള ഇമാമോട് പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ മുസ്ലിമീങ്ങളെ പരിചയമില്ല, ഞങ്ങളെ കൂട്ടി നിങ്ങൾ ഗസ്റ്റിന് കൊണ്ടുപോയി. तो इमाम साहब ने फरमाया देखो मस्जिद के सामने जो पब है, जो क्लब है, सारे मुसलमान अरब आपको वहां मिल जाएंगे. ഇമാം സാഹബ് പറഞ്ഞു പള്ളിയുടെ നേരെ മുമ്പിൽ ഒരു പബ് ഉണ്ട്, ആ പബ്ബിൽ നിങ്ങൾ പോയാൽ അറബി മുസ്ലിമീങ്ങളായ എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് അവിടെ കാണാമെന്ന് പറഞ്ഞു. अब ये साथियों को लेके वहां पहुंचे. ഇദ്ദേഹം ഈ കേൾ അമീറുദ്ദീൻ സാഹിബ് സാഥികളെയും കൂട്ടി ആ പബ്ബിലേക്ക് പോയി. देखा 50-60 नौजवान अरब मुसलमान शराब पी रहे 50-60ഓളം ചെറുപ്പക്കാര് അറബി മുസ്ലിമീങ്ങൾ അവിടെ കള്ളു കുടിക്കുന്നതായിട്ട് കണ്ടു. और एक लड़की नीम बरहाना कपड़ों में नाच रही. അതായത് ഒരു സ്ത്രീ അവിടെ ഒന്നുമില്ലാത്ത രീതിയിൽ ഡാൻസ് ചെയ്തും കണ്ടു. एक नौजवान म्यूजिक बजा रहा है. ഒരു ചെറുപ്പക്കാരൻ മ്യൂസിക് അടിച്ചോണ്ട് हजरत ने जाके एक आवाज लगाई. അവിടെ അദ്ദേഹം പോയിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കി. हजरत की आवाज के साथ गाना बंद हो गया. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടതോടുകൂടി അവിടുത്തെ മ്യൂസിക്കെല്ലാം നിന്നു. हजरत नौजवानों की तरफ मुतवज्जो होकर खड़े हो गए. ആ സമയത്ത് ഹസ്രത്ത് ആ ജനങ്ങൾ അവിടെയുള്ള ചെറുപ്പക്കാരെ നിർത്തി മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. वो लड़की को शर्म सी आई, वो फौरन उसने नाच बंद किया അപ്പോൾ തന്നെ ആ സ്ത്രീ ആ പെൺകുട്ടി ആ ഡാൻസ് നിർത്തി. और जो कपड़ा था स्टेज पर अपने जिस्म पर लपेट അവിടെ ഉണ്ടായിരുന്ന വസ്ത്രം എടുത്ത് ആ പെൺകുട്ടിയുടെ ശരീരത്തിലിട്ടു. हजरत के पीछे खड़ी हो गई. ഹസ്രത്തിന്റെ ബാക്കിൽ വന്നു നിന്നു. हजरत बहुत देर तक नौजवानों को दावत देते रहे. ഈ ഹസ്രത്ത് കുറെ സമയത്തോളം ഇദ്ദേഹം അവിടെയുള്ള ചെറുപ്പക്കാർക്ക് ദാവത്ത് കൊടുത്തോണ്ടേയിരുന്നു. जब उनकी तश्कील की तो पीछे से लड़की कहने लगी ഈ തഷ്കീൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ബാക്കിൽ നിന്നിരുന്ന സ്ത്രീ ഈ പെൺകുട്ടി പറഞ്ഞു कि हजरत आपकी बातों को ये क्या समझेंगे, ये तो शराब के नशे में धुत है, आपकी सारी बात मुझे समझ में आ गई. ആ പെൺകുട്ടി പറഞ്ഞു നിങ്ങൾ പറയുന്ന ഈ കാര്യങ്ങളൊന്നും ഈ മുമ്പിലിരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവില്ല, കാരണം അവരെല്ലാം ഫുള്ള് കുടിച്ച് മത്തായിട്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. तो उस लड़की ने कहा ആ പെൺകുട്ടി പറഞ്ഞു कि मैं ईसाई लड़की हूँ, आप मुझे कलमा पढ़ाइए, ईमान लाना चाहती हूँ. ഞാനൊരു ക്രിസ്ത്യൻ പെൺകുട്ടിയാണ്, നിങ്ങൾ എനിക്ക് കലിമ പറഞ്ഞു തരും, ഞാൻ മുസ്ലിം ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. और मेरा शौहर ये भी ईसाई है, इसको कलमा पढ़े. म्यूजिक बजाने वाला मेरा शौहर है, അവിടെ इसको भी മ്യൂസിക് कलमा पढ़े. അടിച്ചോണ്ടിരിക്കുന്ന ആൾ എന്റെ ഭർത്താവാണ്, അവർക്ക് നിങ്ങൾ കലിമ പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ രണ്ടാളും മുസ്ലിമീങ്ങളാവാന്ന് പറഞ്ഞു. दोनों ने कलमा पढ़ा, ईमान में दाखिल हो गए. രണ്ടാളും കലിമ പറഞ്ഞു ഈമാനിലേക്ക് വന്നു. तो उन्होंने पूछा हजरत आपका क़ियाम कहाँ है? ഇവര് ചോദിച്ചു ഹസ്രത്ത് നിങ്ങൾ എവിടെ താമസിക്കുന്നത്? कहाँ? फला जगह है. ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. जब तक वो थे 2-4-8 दिन आते रहे, दीन की बातें मालूम करते रहे. ഇവര് അവിടെ ഉള്ള സമയത്തോളം വന്നു ദീന്റെ കാര്യങ്ങൾ പഠിച്ചോണ്ടേയിരുന്നു. फिर जमात उनकी वहां से चली गई. ജമാഅത്ത് അവിടുന്ന് പോയി. उसने नंबर ले लिया था. അവർ നമ്പർ വാങ്ങിച്ചിരുന്നു. चंद दिनों के बाद उसने फोन किया. കുറച്ച് നാളുകൾക്ക് ശേഷം അവർക്ക് ഫോൺ വന്നു. उसमें उसने एक मसला पूछा था. അതിലൊരു മസല ചോദിച്ചു. असल मुझे वो बयान कर. അതാണ് ശരിക്കും എനിക്ക് ബയാൻ ചെയ്യേണ്ടത്. उसने कहा कि हजरत अल्लाह ने आपको जरिया बनाया, बातिल की तारीकियों में अंधेरों से हमें निकाला, इस्लाम की दौलत दी. ഹസ്രത്ത് നിങ്ങൾ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ഹിദായത്ത് തന്നു. ഇരുട്ടിൽ അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും ഞങ്ങളെ അള്ളാഹു തആല പ്രകാശപൂരിതമായ ദീനിലേക്ക് ഞങ്ങൾ എത്തിച്ചു. पहले एक रात नाचने के हमें $500 मिलते थे. മുമ്പ് ഒരു രാത്രി ഞാൻ ഡാൻസ് ചെയ്താൽ എനിക്ക് $500 ലഭിക്കുമായിരുന്നു. अब मैं अब हाउस वाइफ हूँ, घर में रहती हूँ. मैंने वो पुराने रास्ते तो उसी वक्त छोड़ दिए. मेरे शौहर ने एक सरकारी मुलाजिमत इख्तियार की, उसके सिर्फ उसे $40 मिलते. അന്ന് രാത്രി തന്നെ നിങ്ങളുടെ ബയാനിന് ശേഷം ഞാൻ എൻ്റെ ഡാൻസ് നിർത്തി. ഞാനിപ്പോൾ ഹൗസ് വൈഫാണ്, ജോലിയൊന്നുമില്ല. എൻ്റെ ഭർത്താവാണെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി ചെയ്യുന്നതാണ്, $40 അദ്ദേഹത്തിന് കിട്ടുന്നുള്ളൂ. जिसकी वजह से घर के फर्नीचर बिक गए, അതിലാണ് ബാക്കിയുള്ള വീട്ടിലെ ചെലവുകളൊക്കെ നടക്കുന്നത്. बहुत सी चीजें बिक गई. നമ്മൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഫർണിച്ചറും വിറ്റു, ബാക്കി പല സാധനങ്ങളും വിൽക്കേണ്ടി വന്നു. लेकिन हमें उसका कोई गम नहीं. അതിനൊന്നും നമുക്ക് വിഷമമൊന്നുമില്ല. असल मुझे पूछना यह है कि आपने हम पर जिम्मेदारी डाली थी कि पता नहीं तुम्हारे खानदानों में तुम जैसे कितने हीरे छुपे हुए हैं, उन पर भी मेहनत करो. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ മേലെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നു. ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമായിട്ടില്ല. ഞങ്ങളെ മേലെ നിങ്ങൾ ഒരു ഉത്തരവാദിത്തം തന്നിട്ടുണ്ട്. എന്താണ്? നിങ്ങളുടെ കുടുംബത്തിൽ കുറെ നല്ല നല്ല രത്നങ്ങൾ അള്ളാഹ് മറച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാക്ക് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. तो चुनाचे इस संडे को हम खानदान पर मेहनत के लिए जा रहे थे. ഈ
ഈ ഞായറാഴ്ച ഞങ്ങളെ ഖാൻദാൻ ഞങ്ങളെ കുടുംബക്കാരുടെ ഇടയിൽ പരിശ്രമിക്കാൻ വേണ്ടി പോവുകയാണ്. बस में सवार थे, ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. बैठने की जगह थी नहीं। ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയില്ല. इस वक्त मैं 100% पर्दे से हूँ, सर के बालों से लेकर पैर के नाखूनों तक बुर्का भी है, दस्ताने भी हैं, पैरों में मोजे भी हैं। जगह ना होने की वजह से पाइप को पकड़ के मैं खड़ी हुई थी। ഈ സമയത്ത് ഞാൻ യാത്ര ബസ്സിൽ ചെയ്യുമ്പോൾ ഇരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ പൂർണ്ണമായി പർദ്ദയിലാണ്. തല മുതൽ കാല് വരെ മുഴുവൻ മറച്ചിരിക്കുകയാണ്. മുഖം മറച്ചു, കാല് മറച്ചു, കാലിലടക്കം സോക്സ് ഇട്ടിരിക്കുകയാണ്. പക്ഷെ ഇരിക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കൈ ഞാൻ ബസ്സിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. अब बस में एक जगह ड्राइवर ने ब्रेक लगाई, ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ബസ്സിന്റെ ഡ്രൈവർ ബ്രേക്ക് ഇട്ടു. तो थोड़ी सी हरकत हुई। കുറച്ചൊരു ഹർക്കത്ത് അനക്കുണ്ടായി. उस हरकत के नतीजे में हाथ का मेरा थोड़ा सा हिस्सा जाहिर हो गया। ആ ഹർക്കത്ത്, ആ ചലനം കാരണമായിട്ട് എൻ്റെ ഡ്രസ്സ് ഇട്ടിരുന്ന വസ്ത്രം പർദ്ദയുടെ എൻ്റെ കൈയിന്റെ കുറച്ച് ഭാഗം വെളിവായി പോയി. अब मुझे आप मसला ये बताएं कि कहीं अल्लाह रब्बुल इज्जत इससे मुझे नाराज होकर जहन्नम में तो नहीं डालेंगे? ആ സ്ത്രീ ചോദിക്കുകയാണ്, എനിക്കിപ്പോ നിങ്ങൾ മസല പറഞ്ഞു തരണം. ഈ കൈയുടെ കുറച്ച് ഭാഗം ഈ സമയത്ത് വെളിവായതിന്റെ പേരിൽ അള്ളാഹു തആല എന്നെ നാളെ നരകത്തിലിട്ട് ശിക്ഷിച്ചു കളയുമോ? അള്ളാഹുവിന്റെ ഭാഗത്ത് എനിക്ക് കോപം ഉണ്ടാവുമെന്ന് എനിക്ക് പറഞ്ഞു തരും. जब ईमान नहीं था, खौफ खुदाबंदी नहीं था, तो मर्दों के सामने नीम बरहाना नाचना आसान था। ഈമാൻ ഇല്ലാത്ത സമയത്ത്, അള്ളാഹുവിന്റെ പേടി ഇല്ലാത്ത സമയത്ത് ജനങ്ങളുടെ മുമ്പിൽ നഗ്നമായി ഡാൻസ് ചെയ്യാൻ തയ്യാറായ സ്ത്രീ. लेकिन जब ईमान दिल में आया तो अंदाजा लगा कि हाथ के थोड़े हिस्से के ज़ुहूर पर ये कह रही कि कहीं अल्लाह मुझसे नाराज तो नहीं है। ഈമാൻ ഉള്ളിൽ കയറിയ സമയത്ത് എത്രത്തോളം ആയി എന്ന് വെച്ചാൽ കൈയിന്റെ ഒരു അല്പഭാഗം ഒന്ന് പുറത്ത് വെളിവായപ്പോ തന്നെ ആലോചിക്കുകയാണ്, യാ അല്ലാഹ്, അള്ളാഹ് എന്നോട് ദേഷ്യപ്പെട്ട് കളയോ? ये उम्मत की इस्तेदाद है। ये ഇതാണ് സഹോദരന്മാരെ ഉമ്മത്തിൽ ഉണ്ടാകുന്ന മാറ്റം. अल्लाह पाक ने इस उम्मत को इसीलिए भेजा है। അള്ളാഹു സുബ്ഹാനഹു വതആല ഉമ്മത്തിന് ഇതിനു വേണ്ടിയായിട്ട് അയച്ചു. इसीलिए आपने फरमाया नासु मआदिन का मआदिन الذهب والفضة खियारुहुम फिल जाहिलियति व खियारुहुम फिल इस्लाम इदा फक़िहु। लोग कानों की तरह हैं, जिस तरह सोने चांदी के कान हैं, जमीन में मुख्तलिफ किस्म की माइनिंग है, तो इसी तरह इंसानों में मुख्तलिफ सलाहियतों के लोग हैं। मेहनत होगी तो पता नहीं कैसे कैसे हीरे इसमें से निकलेंगे। നമ്മളെ മനുഷ്യരുടെ ഭൂമിയിൽ പല സ്ഥലങ്ങളിലും മൈനുകളും ഖനികളും ഉള്ളതുപോലെ നമ്മുടെ മനുഷ്യരുടെ പല രീതിയിലുള്ള ആൾക്കാർ, മുത്തുരത്നങ്ങൾ ഉണ്ടാവും. എങ്ങനെ സലാഹിയത്തുള്ള എന്ത് കഴിവുള്ള ആൾക്കാരുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. आज मेहनतों के छूटने की वजह से बस्तियों की बस्तियां वीरान पड़ी। ഇന്ന് നമ്മൾ പരിശ്രമം ഇല്ലാത്തതിന്റെ പേരിൽ പല നാടുകളും പല ഗ്രാമങ്ങളും അതേപോലെ തന്നെ ഡ്രൈ ആയി കിടക്കുകയാണ്. मुल्कों के मुल्क वीरान पड़े। രാജ്യങ്ങൾ ഡ്രൈ ആയി നിൽക്കുകയാണ്. कितने लोग बगैर ईमान की दुनिया से जा रहे हैं। എത്രയോ ജനങ്ങൾ ഈമാൻ ലഭിക്കാതെ ദുനിയാവിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. कितने लोग बगैर जनाजों के दफन हो रहे हैं। എത്രയോ ജനങ്ങൾ ജനാദ നമസ്കാരം പോലും ഇല്ലാതെ ദഫനായിക്കൊണ്ടിരിക്കുകയാണ്. लाखों की तादाद में लोग बगैर ईमान और कलमे की दुनिया से जा रहे हैं। ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈമാൻ ഇല്ലാതെ ദുനിയാവിൽ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നത്. हमारे मुल्क ही का एक इलाका हमारा वहां सफर हुआ। साथियों ने बताया कि इस पूरी पटरी में 1 लाख से ज्यादा लोग मुर्तद हो गए। നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ തന്നെ ഒരു യാത്ര ചെയ്യാൻ ഇടയുണ്ടായി. അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു, ഈ നാട്ടിൽ ഈ ഗ്രാമത്തിൽ തന്നെ 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ഇസ്ലാമിൽ നിന്ന് മുർത്തതായി പോയി. लाखों की तादाद में लड़कियां गैरों के हवाले हो रही। എത്രയോ ലക്ഷക്കണക്കിന് നമ്മുടെ പെൺകുട്ടികൾ അമുസ്ലിമികളുടെ കൂട്ടത്തിൽ ഒടിച്ചു പോവാണ്. नौजवान नशे के आदी बन रहे हैं। നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ ലഹരി വസ്തുക്കൾ അടിമപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. तो अल्लाह पाक ने एक सीधी सादी मेहनत हमें अता फरमाई। അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ലളിതമായ ഒരു പരിശ്രമം അല്ലാഹ് നമുക്ക് തന്നിരിക്കുകയാണ്. इस मेहनत में अल्लाह पाक ने बड़ी जाज़बियत रखी है അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മാറ്റങ്ങൾ വെച്ചിട്ടുണ്ട്. और इस सूबे में बड़ी इस्तेदाद है। അൽഹംദുലില്ലാഹ് ഈ ഭാഗത്ത് വലിയൊരു കഴിവുണ്ട് ജനങ്ങൾ. अल्हम्दुलिल्लाह पिछली दफा 6-7 महीने पहले हमारे बुजुर्गों ने फिक्र की कि दुनिया के मुल्कों को हम जमातें देंगे, तो इन 6-7 महीनों में तकरीबन बेंगलोर की और सूबे कर्नाटक की तकरीबन 200 जमातें दुनिया के मुल्कों में गई। 6 മാസം മുമ്പുള്ള മഷൂറയിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ ഭാഗത്തുള്ള ആൾക്കാർ നിയത്ത് വെച്ചിരുന്നു. തക്കാതെ വന്നപ്പോൾ നിയത്ത് വെച്ചു, എന്താണ്, ഇൻഷാ അല്ലാഹ് നമ്മൾ രാജ്യങ്ങളിലേക്ക് ജമാഅത്താക്കാൻ. നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് മാത്രം അൽഹംദുലില്ലാഹ് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 200ഓളം ജമാഅത്തുകൾ ഫോറിൻ രാജ്യങ്ങളിൽ പോയി. 4 महीने की और 2 महीने की मस्तूरात की जमातें चल रही हैं दुनिया में। 4 മാസത്തിന്റെയും ജമാഅത്തുകളും കൂടാതെ 2 മാസത്തെ മസ്തുറാത്ത് ജമാഅത്തുകളും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ऑस्ट्रेलिया में हमारी जमातें चल रही हैं, अमेरिका में चल रही हैं, ഓസ്ട്രേലിയയിലും അമേരിക്കയിലും നമ്മുടെ ജമാഅത്തുകൾ പോകുന്നുണ്ട്. अफ्रीका के मुल्कों में चल रही हैं, ആഫ്രിക്കയിലെ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. इसी तरह से तकरीबन पूरे एशिया के मुल्कों में चल रही हैं। ഏഷ്യയുടെ എല്ലാ രാജ്യങ്ങളിലും ജമാഅത്തുകൾ और പോകുന്നുണ്ട്. यूरोप जमातें काम करके आई हैं। യൂറോപ്പിൽ ജമാഅത്ത് ഇപ്പോൾ പരിശ്രമിച്ച് തിരിച്ചു വന്നു. दुनिया के 6 बर्रे आज़मों में जमातें चल रही ദുനിയാവിന്റെ 6 ഭൂഖണ്ഡങ്ങളിലും ജമാഅത്തുകൾ പോവാണ്. हैं। इरादे करेंगे तो खुदा काम लेंगे। നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിച്ചാൽ അല്ലാഹു തആല നമ്മളെ കൊണ്ട് പണിയെടുക്കും.
जब इरादे करते हैं तो अल्लाह की मदद आती है। നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് സഹായം ഉണ്ടായിത്തീരും. एक बुजुर्ग ने फरमाया कि जब आदमी किसी खैर के काम में दिल से इरादा करता है, दुनिया की ताकत उसे रोक नहीं सकती। ഒരു ബുസുർക്ക് പറയുണ്ടായി, ഒരാള് അതായത് ഖൈറിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് എന്തെങ്കിലും പരിശ്രമം ചെയ്യുകയാണെങ്കിൽ ദുനിയാവിൽ ഒരു ശക്തിയും അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. इसीलिए कुर्बानियों के इरादे करना है। അതുകൊണ്ട് കുർബാൻ ചെയ്യാൻ വേണ്ടി, ത്യാഗത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കും. ये अल्लाह के दीन के लिए हम कुर्बानियां देंगे, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മൾ ത്യാഗം ചെയ്യും. और जितनी कुर्बानी देंगे उतना दीन जिंदगियों में आएगा। എത്ര കൂടുതൽ നമ്മൾ ത്യാഗ പരിശ്രമം ചെയ്യുന്നു അത്ര നമ്മുടെ ജീവിതത്തിൽ ദീൻ ഉണ്ടായിത്തീരും. और अल्लाह पाक हमें उम्मत की हिदायत का जरिया बनाएंगे। അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉമ്മത്തിന്റെ ഹിദായത്തിന് കാരണക്കാരാക്കി മാറ്റും. हजरत मौलाना सईद अहमद खान साहब रहमतुल्लाहि अलैहि से मौलाना इलियास साहब रहमतुल्लाह ने फरमाया था कि मौलवी साहब पूरे आलम में दीन की मेहनत का इरादा करो। മൗലാന സയ്യിദ് ഖാൻ സാഹിബ് റഹ്മത്തുള്ളാഹിയുടെ അടുത്ത് ഇല്ലാസ് സാഹിബ് റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, മൗലാന നിങ്ങൾ ലോകം മുഴുവൻ ഹിദായത്ത് കിട്ടുന്നതിനുള്ള നിങ്ങൾ നിയത്ത് വെക്കുക. मौलाना ने अर्ज किया, हजरत में गरीब आदमी फकीर आदमी 3 दिन के पैसे नहीं होते, दुनिया की नियत कैसे कर सकता हूँ? മൗലാന ചോദിച്ചു, ഹസ്രത്ത് ഞാൻ ഫക്കീറാണ്, ഞാൻ എടുക്കുന്ന ഒന്നും ഇല്ലാത്ത ഒരാളാണ്, ഞാൻ ഇവിടെ ഇരുന്നിട്ട് ലോകം മുഴുവൻ ഹിദായത്ത് കിട്ടാൻ ഞാൻ എന്ത് ആഗ്രഹിക്കാനാണ്, എന്ത് നിയത്ത് വെക്കാനാണ്? हजरत ने फरमाया 3 काम करो, खुदा तुमसे पूरे आलम में काम लेंगे। ഹസ്രത്ത് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ 3 കാര്യം ചെയ്യും, അള്ളാഹു തആല അത് കാരണമായിട്ട് നിങ്ങൾ, കാരണം ലോകം മുഴുവൻ ദീന പരിശ്രമം നടത്തും. एक दिल से पक्का इरादा करो ഒന്ന് ഹൃദയത്തിൽ പക്ക ഇരാദ ഉറപ്പായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. कि किसी भी हाल में इंशाअल्लाह पूरे आलम में दीन की निस्बत में मैं जाऊंगा। ഏത് രീതിയിലും ഏത് അവസ്ഥയിലും ദീനിന്റെ പരിശ്രമം ചെയ്യുന്ന നിയത്ത് വെക്കണം. दूसरा, अल्लाह से दुआ मांगो, अल्लाह नियत तो मैंने की है, मसला आपके हाथ में। രണ്ടാമത് അള്ളാഹിനോട് ദുആ ചെയ്യുക, അള്ളാഹ് നിയത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ചെയ്യേണ്ടത് നിന്റെ കയ്യിലാണ്. तीसरा, अपनी इस्तेदाद के बकदर लगाते चले जाओ। മൂന്നാമത്തെ കാര്യം, നമ്മൾ കഴിവുള്ളതനുസരിച്ച് നമ്മൾ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ടേയിരിക്കണം. तो चुनाचे अरबों ने हमें यह किस्सा सुनाया। അറബികൾ നമുക്ക് ഈ കാര്യം പറഞ്ഞു തന്നു. तो अरब हजरात फरमाते थे, अरबों ने सुनाया कि हमने खुद अपनी आंखों से देखा, सालाना उनके 10-10, 12-12, 15-15 मुल्कों के सफर होते। അറബികൾ നമ്മളെടുത്ത് പറഞ്ഞു, മൗലാന സയ്യിദ് ഖാൻ സാഹിബിന്റെ ജമാഅത്തുകൾ ഓരോ വർഷത്തിലും 12-15ഓളം ജമാഅത്തുകളും ജമാഅത്തുകളിൽ പല രാജ്യങ്ങളിലും അദ്ദേഹം യാത്ര ചെയ്യുന്നതിന് ഞങ്ങൾ കണ്ടു. दुनिया का कोई मुल्क नहीं छूटा। ദുനിയാവിന്റെ ഒരു രാജ്യം അദ്ദേഹം വിട്ടിട്ടില്ല. एक मुल्क में मैंने उलमा में यह बयान किया, ഒരു രാജ്യത്തെ മുഫ്തി സാഹിബ് ഉലമാക്കളുടെ ഇടയിൽ ഈ ബയാൻ ചെയ്തു. और रेवन के एक जिम्मेदार हमारे साथ थे, वो आके खड़े हुए और तश्कील में कहने लगे कि मौलवी मुफ्ती साहब ने जो कहा बिल्कुल सही कहा, मौलाना के 3 मरतबा पूरी दुनिया के सफर हुए। ഇത് വേറെ രാജ്യത്ത് ബയാൻ ചെയ്ത സമയത്ത് റൈവണിലെ മൗലാന വന്നിട്ട് പറഞ്ഞു, തഷ്കീലിന്റെ സമയത്ത് പറഞ്ഞു, മുഫ്തി സാഹിബ് പറഞ്ഞ 100% ഉറപ്പാണ്, മൗലാന 3 പ്രാവശ്യം ലോകം മുഴുവനും ദീന്റെ പരിശ്രമത്തിന് വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ട്. एक है इल्मे लदुन्नी, ഒന്ന് ഇൽമെ ലദുന്നിയാണ്, एक है रिश्ते लदुन्नी। രണ്ടാമത് റിശ്തെ ലദുന്നി. जब आदमी दीन की मेहनत को मकसद बनाएगा तो हजरत मौलाना मोहम्मद यूसुफ साहब रहमतुल्लाह अलैह फरमाते थे, बगैर मेहनत के खुदा माल देंगे, और बगैर माल के खुदा चीज़ें देंगे, और बगैर चीज़ों के खुदा ज़रूरतों को पूरी करेंगे, बल्कि ज़रूरतों के आने से पहले अल्लाह उसके इंतजाम फरमाएंगे। യൂസുഫ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ദീനിന്റെ ദഅവത്തിന്റെ പരിശ്രമം നമ്മൾ നല്ല ഇഖ്ലാസോട് കൂടെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സമ്പത്തില്ലാതെ അള്ളാഹു തആല നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരും, അവസ്ഥകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരും. അള്ളാഹു തആല എത്രത്തോളം എന്ന് വെച്ചാൽ അവസ്ഥകളിൽ നിന്ന് തന്നെ നമ്മളെ അള്ളാഹു തആല വിമുക്തമാക്കി തരും. पिछले साल हम साउथ अफ्रीका में थे, तो हमारे साथ कुछ जिम्मेदार हजरात बैठे थे आधी रात तक, जिन्होंने मौलाना सईद अहमद खान साहब रहमतुल्लाह अलैह के साथ सफ़र किया था। तो उन्होंने बहुत सारे उनके किस्से सुनाए कि अल्लाह पाक ने किस तरह उनको इल्मे लदुन्नी भी अता फरमाया और रिश्ते लदुन्नी भी अता फरमाया। ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജമാഅത്തിൽ ഫോറിൻ രാജ്യ ജമാഅത്തുള്ള സമയത്ത് ബാക്കിയുള്ള കുറെ ഉലമാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവര് സയ്യിദ് അഹമ്മദ് ഖാൻ സാഹിബ് റഹ്മത്തുള്ളാഹിയുടെ കൂട്ടത്തിൽ ജമാഅത്ത് പോയ കഥകൾ സംഭവങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. അതോടൊപ്പം ഏത് രീതിയിൽ അള്ളാഹു തആല ലദുന്യ ഇൽമ അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളതും അള്ളാഹു തആലയുടെ ഭാഗത്തുള്ള സഹായങ്ങൾ എന്തൊക്കെ ലഭിച്ചു എന്നുള്ള കാര്യങ്ങൾ ഓരോ കിസ്സകളും അവർ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. 30 साल तक वो हिजाज के अमीर रहे, 30 വർഷം അദ്ദേഹം ഹിജാസിന്റെ അമീറായിരുന്നു. हमेशा दस्तर खुला रहता था, എല്ലാ സമയത്തും അദ്ദേഹത്തിന്റെ ദസ്തക്ക് ഫുള്ളായിരുന്നു. 20 लोग, सैकड़ों लोग खाते, എത്രയോ ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ഭക്ഷണം കഴിക്കുമായിരുന്നു വന്നിട്ട്. और दुनिया के जिस मुल्क में भी जाते दस्तरखान उनका वसी रहता था। അവിടെ ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ വിശാലത കാണുമായിരുന്നു. आने वालों को खाना खिलाओ വരുന്നവർക്കൊക്കെ ഭക്ഷണം കഴിപ്പിക്കും, और दीन सिखाओ, ദീൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു. यही तरतीब थी मदीने पाक की। ഇതായിരുന്നു തർത്തീബ് മദീനയിൽ. अल्लाह के नबी सल्लल्लाहु अलैहि वसल्लम ने उम्मत को इसी पे उठाया। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ ഈ ഒരു പരിശ്രമത്തിനെ വേണ്ടിയിട്ടാണ് എഴുന്നേൽപ്പിച്ചത്. काफिले आते थे दुनिया भर से मदीने पाक,
ഹാഫിലകൾ വരുമായിരുന്നു ദുനിയാവിന്റെ ഓരോ ഭാഗത്തു നിന്നും മദീനയിലേക്ക്. आने वालों को खाना खिलाते थे, ആ വരുന്ന ആൾക്കാർക്കൊക്കെ നിമിത്തങ്ങൾ ഭക്ഷണം आने കൊടുക്കുമായിരുന്നു. वालों को दीन सिखाते थे। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനുള്ള इन्हीं ഇൻസാം ഉണ്ടാവും. तरतीबों से दीन दुनिया में जिंदा हो, ഇതേ തർത്തീബില് ദീൻ ദുനിയാവിൽ നടക്കും ഇൻഷാ അല്ലാഹ്. लिहाजा ये तरतीबें जिंदा हो जाए। ഈ തർത്തീബുകൾ ഇൻഷാ അല്ലാഹ് ഇനിയും ജീവിക്കും. दावत की मेहनत कोई अलग मेहनत नहीं है। ഇതൊരു ദാവത്തിന്റെ പരിശ്രമം ഒരു വേറെ പരിശ്രമമൊന്നും അല്ല. इसीलिए हजरत मौलाना यूसुफ साहब रहमतुल्लाह अलैह के पास कुछ पुराने साथी आए। മൗലാന യൂസുഫ് സാർ റഹ്മത്തുള്ളാഹിയുടെ അടുത്ത് കുറച്ച് പഴയ ആൾക്കാർ വന്നു. हजरत आप कोई उसूल की किताब लिख दे, तबलीग के उसूल जिसमें हो। ഹസ്രത്ത് നിങ്ങൾ തബ്ലീഗിന്റെ ഉസൂലിന്റെ ഒരു കിതാബ് ഞങ്ങൾക്ക് എഴുതി തരണം എന്ന് പറഞ്ഞു. तो हजरत ने फरमाया हमारे कोई अलग उसूल नहीं है। ഹസ്രത്ത് പറയുകയുണ്ടായി ഞങ്ങൾ വേറെ അലകായിട്ട് പ്രത്യേക വേറെ ഒരു ഉസൂലുകളൊന്നുമില്ല തബ്ലീഗിന്. फिर हयातुस सहाबा 3 ज़कीम जिल्दों में तसनीफ फरमाई। പിന്നീട് ഹയാത്തു സഹാബ വലിയ വലിയ 3 വാള്യങ്ങളിലായിട്ട് ശൈഖ് എഴുതുകയുണ്ടായി. फिर फरमाया कि देखो यही उसूल है हमारे। പിന്നെ അദ്ദേഹം പറഞ്ഞു ഇതാണ് ഞങ്ങളുടെ ദീന്റെ ദാവത്തില് ഇത് ദീന്റെ ദാവത്തിന്റെ പരിശ്രമത്തിന്റെ ഉസൂൽ ഇതാണെന്ന് പറഞ്ഞു. अल्लाह के नबी ने जिस पे उम्मत को चलाया और जिस पर चले और जिस पे सहाबा को चलाया उसी पर चलना है, उसी पर आना है, पूरी उम्मत को उसी पे लाना है। ഏത് വിഷയത്തിലാണ് ഏതൊരു കാര്യത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു പരിശ്രമത്തിലാണ് സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, സഹാബാക്കളെ നിർത്തി, സഹാബാക്കൾ ഏതൊരു പരിശ്രമം ലോകം മുഴുവൻ ഹയാത്താക്കിയോ ആ പരിശ്രമം തന്നെയാണ് ഇന്നും നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. और घबराना नहीं है, हिम्मत के साथ चलना है ഇതൊന്നും പേടിക്കാനൊന്നുമില്ല, ഹിമ്മത്തോട് കൂടെ പരിശ്രമിക്കണം. और हौसले के साथ चलना है, हौसले के साथ हिम्मत के साथ चलना നമ്മൾ ഹിമ്മത്തോട് കൂടെ ചെയ്യണം. है। इधर उधर देखना भी नहीं है। അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനൊന്നുമില്ല. ये दूसरों का काम ज्यादा, हमारे साथ साथी कम हो गए। ബാക്കിയുള്ളവർക്ക് പരിശ്രമം കൂടുതൽ ചെയ്യുന്നുണ്ട്, നമ്മളെ സാഥികൾ കുറവാണ്. हम भी कुर्बानी देंगे, उम्मत बहुत बड़ा मैदान है उम्मत। നമ്മൾ കുർബാൻ ചെയ്യും ഇൻഷാ അല്ലാഹ്. അത് ഉമ്മത്തിന്റെ വലിയൊരു മൈതാനം നമ്മുടെ മുമ്പിലുണ്ട്. एक एक नए नए आदमी को अल्लाह की दीन की मेहनत पे खड़ा ഓരോ പുതിയ ആൾക്കാർ അല്ലാഹു തആല ദീന്റെ പരിശ്രമമായി कर, अमला बढ़ता चला जाए, ഇത് അമൽ ഇൻഷാ അല്ലാഹ് കൂടുതൽ अल्लाह के बंदे अल्लाह की तरफ आते चले जाए। അല്ലാഹുവിന്റെ അടിമകൾ അല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. मेहनत सही नहज के साथ होगी तो इंशाअल्लाह इसकी बरकतें हम अपनी आंखों से देखेंगे। മെഹനത്ത് ശരിയായ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും അതിന്റെ ബർക്കത്തുകൾ നമ്മളെ കണ്ണിൽ കാട്ടിത്തരും. अभी 1 मिनट में बात खत्म कर देंगे। ഒരു മിനിറ്റിൽ ഇൻഷാ അല്ലാഹ് സംസാരം നിർത്താം. हिजरत की कुर्बानी वजूद में आई ഹിജ്റത്തിന്റെ ഖുർബാനി നടന്നു. तो बदर में देखो 313 है, ബദറിൽ നോക്കിയോടെ 313 സഹാബാക്കൾ. सन 2 हिजरी, രണ്ടാമത്തെ ഹിജ്റ. 3 हिजरी ओहद में 700 हो गए, മൂന്നാമത്തെ ഹിജ്റിയിൽ 700 ആൾക്കാരായി. 5 हिजरी खंदक में 1500 हो गए, ഖന്ദഖ് അഞ്ചാമത്തെ ഹിജ്രി വർഷം 15000 ആൾക്കാരായി. 8 हिजरी फतेह मक्का में 10,000 हो गए, 10000 ആൾക്കാരുണ്ടായി ഫത്ഹ് മക്കയിൽ എട്ടാമത്തെ ഹിജ്രിയിൽ. 9 हिजरी तबूक में 30-35 हजार हो गए, തബൂക്കില് 9 ഹിജ്രിയാണ്, ഒമ്പതാമത്തെ ഹിജ്റ വർഷം 35000 ആൾക്കാരായി. 10 हिजरी हज्जतुल वदा में 1.25 लाख हो गए। പത്താമത്തെ വർഷം ഹജ്ജത്തുൽ വദായിൽ 1.25 ലക്ഷം ആൾക്കാരായി. फिर हजरत अबू बकर व उमर रदी अल्लाह अन्हुमा उसी तरतीब पर कायम थे। അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഹദ്റത്ത് തആല ഉസ്മാൻ അതേ തർത്തീബിൽ പരിശ്രമിച്ചു. हजरत उस्मान रदी अल्लाह उन्हीं तरतीबों पर कायम थे। ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും അതേ തർത്തീബിൽ ദീന്റെ പരിശ്രമം तो ചെയ്തു. देखते देखते 3 बर्र आजमों में इस्लाम जिंदा हो। ഏകദേശം 2/3 ഭാഗം ലോകം മുഴുവൻ ഇസ്ലാം ഹയാത്തായി. अल्लाह पाक ने इस मेहनत में बड़ी जाज़बियत रखी है, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശ്രമത്തിൽ വലിയ അത്ഭുതങ്ങൾ വെച്ചിട്ടുണ്ട്. तो इसके लिए तैयार हैं सब। എല്ലാവരും തയ്യാറല്ലേ ഇൻഷാ അല്ലാഹ്? आवाज बहुत आहिस्ता आ रही, तैयार हैं सब इंशाअल्लाह। ഇൻഷാ अल्लाह. अब ये हुई ना बात, अब जल्दी जल्दी खड़े होके बोले कि इंशाअल्लाह यहाँ से भी 100 जमातें बैरून मुल्कों में जाएं। बहुत इस्तेदाद है सूबे में। आपके लिए तो माशाअल्लाह बहुत आसान है, केरला वालों के लिए 10 साल सऊदी अरब के लिए, 10 साल यूरोप के लिए, 20 साल अमेरिका के लिए, और बहुत से मुल्कों में आप हैं और कुर्बानी देने का मिजाज है, दुनिया के लिए साल हा साल लगा रहे हैं। अल्लाह के दीन के लिए बहुत आसान है, सिर्फ 4 महीने। या मस्तूरात में जाओ तो 2 महीने आपके, 2 महीने बीवी के, इस तरह 4 महीने हो जाएंगे। तो इस तरह इंशाअल्लाह हम आपसे मुतालबा कर रहे हैं कि जैसे हमारे सूबे से 200 जमातें गई तो केरला से तो 100 जमातें तो जा सकती हैं। तो इस इस्तेदाद बहुत मौजूद है, 14 ज़िले आपके हैं। तो इसलिए हिम्मत करेंगे, हर ज़िले से अगर 4-5 जमातें बन गई तो 100 जमातें जाना कोई मुश्किल नहीं, 5-6-7 जमातें। तो इसलिए इरादे करो बैरून के लिए कि इंशाअल्लाह पूरी दुनिया के लिए हम जमातें रवाना करेंगे। അടുത്ത മഷൂറയുടെ ഇടയിൽ ഇൻഷാ അല്ലാഹ് 6 മാസം അടുത്ത മഷൂറയ്ക്ക് മുമ്പ് 100 ജമാഅത്തെങ്കിലും ഏത് രീതിയിൽ കർണാടകയിൽ ബാംഗ്ലൂരിൽ നിന്ന് മാത്രം 200 ജമാഅത്തുകൾ ഇതിൻ്റെ ഇടയിൽ പോയോ. കേരളക്കാർ 14 ജില്ലകളുണ്ട്, വലിയ ഇസ്ലാത്തുള്ള ആൾക്കാരാണ്. നമ്മളെ 10 വർഷം 20 വർഷം സൗദിയിലും ദുബായിലും അമേരിക്കയിലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന ആൾക്കാരാണ്. ഓൾറെഡി ഇതിലുള്ള കഴിവുകളുള്ള ആൾക്കാരാണ്. ഇൻഷാ അല്ലാഹ് ഓരോ ജില്ലയിൽ നിന്നും ആൾക്കാർ പറയും അടുത്ത ഇതിൽ മഷൂറയ്ക്ക് മുമ്പ് ഇൻഷാ അല്ലാഹ് നമുക്കൊരു 100 ജമാഅത്തെങ്കിലും
4 മാസം ഫോറിൻ ജമാഅത്ത്, മസ്തുറ ജമാഅത്ത് 2 മാസം ജമാഅത്തുകൾ, 100 ജമാഅത്തെങ്കിലും ഇൻഷാ അല്ലാഹ് നമുക്ക് കേരള സ്റ്റേറ്റിൽ നിന്ന് ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പേര് പറയലാരും ഇൻഷാ അല്ലാഹ്. ആദ്യം ബഹ്റൂൻ ജമാഅത്തിന്റെ തഷ്കീലാണ്, പൈതലും സവാരി അല്ല. ഇൻഷാ അല്ലാഹ് പറയും, ഇൻഷാ അല്ലാഹ് പറയും. 4 മാസം ജമാഅത്ത് ബഹ്റൂൻ പോകാൻ ആരൊക്കെ തയ്യാറുണ്ട് പറയും ഇൻഷാ അല്ലാഹ്. माशाअल्लाह माशाअल्लाह, अल्लाह बहुत कबूल फरमाए। ഇനിയും പറയും ഇൻഷാ അല്ലാഹ്. इसी तरह खड़े होते रहे, खड़े ഇതേപോലെ होते रहे। എണീച്ച് ഓരോ ആൾക്കാർ എണീക്കും ഇൻഷാ അല്ലാഹ്. बेरून തയ്യാറുള്ളവർ എണീക്കും. 4 महीने 2 महीने। പാലക്കാട് ഇൻഷാ അല്ലാഹ് പറഞ്ഞോളൂ ഇൻഷാ അല്ലാഹ്. 100ഓളം ജമാഅത്തിൽ നമുക്ക് കേരളത്തിൽ നിന്ന് വേണം അടുത്ത മഷൂർക്ക് മുമ്പ് ഇൻഷാ അല്ലാഹ്. തഷ്കീലിൽ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുന്ന ഇൻഷാ അല്ലാഹ്. ഓരോ ആൾക്കാരും ഫോറിൻ ജമാഅത്തുകൾക്ക് വേണ്ടി ആദ്യം പേരുകൾ പറയും. 4 മാസം ബഹ്റൂൺ പോകാനുള്ള ആൾക്കാർ പറയും ഇൻഷാ അല്ലാഹ്. ഓരോ ജില്ലയിലും പറഞ്ഞ ജമാഅത്തുകൾ എഴുന്നേറ്റിക്കാൻ, ഓരോ ജില്ലയിൽ നിന്നും ബഹ്റൂൺ പോകാൻ വേണ്ടി ഓൾറെഡി നിയത്ത് വെച്ച ജമാഅത്തുകളുടെ ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കും. തഷ്കീലിന് വേണ്ടി എടുത്ത ജമാഅത്തുകൾ ഒന്ന് ശ്രദ്ധിച്ചോളി. എല്ലാവരും പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ഏറ്റവും അടുത്ത സമയങ്ങളിൽ വിദേശത്തേക്ക് പേര് പറഞ്ഞോണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് പറഞ്ഞോളി. പറയും സാർമാർ. ജമാൽ ഭായി ഇൻഷാ അല്ലാഹ് തൂക്കുപാലം. ഇനിയും പറയും. ആ ക്ലാസ്സിന് ബാക്കിലുള്ള ആൾക്കാരും പറയും ഇൻഷാ അല്ലാഹ്. അവിടെ തഷ്കീലിലെ ആൾക്കാർ അവിടെ ഇൻഷാ അല്ലാഹ് എഴുന്നേറ്റ് പറഞ്ഞോളി. എഴുന്നേറ്റ് പറഞ്ഞോളി. നൗഫൽ ഭായി ഈരാറ്റുപേട്ട. നൗഫൽ ഭായി ഈരാറ്റുപേട്ട. ഡേറ്റും കൂടെ പറഞ്ഞോളി ഇൻഷാ അല്ലാഹ്. സൈദാലി ഇൻഷാ അല്ലാഹ് തൊടുപുഴ. ഇന്ന് ഇവിടുന്ന് പുറപ്പെടുന്നു. ഇന്ന് പുറപ്പെടും ഇൻഷാ അല്ലാഹ്. അല്ലാഹ് കബൂലാക്കട്ടെ. എഴുന്നേറ്റ് പറയും ഇൻഷാ അല്ലാഹ്. സലീം ഭായി ഇൻഷാ അല്ലാഹ് കോഴിക്കോട്, അടുത്ത വർഷം ഏപ്രിലിൽ. ഇവിടുന്ന് നഖത്ത് പുറപ്പെടുന്ന ആൾക്കാരും പറയും ഇൻഷാ അല്ലാഹ്. ഇന്നൊരു ജമാഅത്ത് ഇവിടുന്ന് പുറപ്പെടുന്നുണ്ട്, അവരും പറയും. അവരോടുള്ള ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കും ഇൻഷാ അല്ലാഹ്. ഇവിടുന്ന് നഖത്ത് ജമാഅത്ത് ഇന്ന് പുറപ്പെടുന്ന ആൾക്കാരും പറയും. എഴുന്നേറ്റ് പറയും ഇൻഷാ അല്ലാഹ്. ഓരോരുത്തർ നിയത്ത് വെച്ച് പറയും ഇൻഷാ അല്ലാഹ്. ഇന്ന് പുറപ്പെടുന്ന കുറേ ജമാഅത്തുകളുണ്ട്, അതേപോലെ ഓരോരുത്തർ പറയും ഇൻഷാ അല്ലാഹ്. നിയത്തുകൾ വരും. ഇനിയും പറയും ഇൻഷാ അല്ലാഹ്. അഫ്സൽ അരമന പറഞ്ഞു. അൻസർ അൻസൽ കരമന. തിരുവനന്തപുരം അൻസൽ. ബഹർസബാനുമായി തിരുവനന്തപുരം. കബീർ സാർ ഇൻഷാ അല്ലാഹ് കൊല്ലം. अल्लाह बहुत कबूल फरमाए। അല്ലാഹു തആല കബൂലാക്കുമാറാണ്. ആ ഡേറ്റും കൂടെ പറഞ്ഞോളൂ ഓരോരുത്തരും. അമീൻ എന്താ പറയുക? അനുവരി ഹനീഫ സാഹിബ് ഈരാറ്റുപേട്ട. നൗഫൽ ഇൻഷാ അല്ലാഹ്. നൗഫൽ ഇൻഷാ അല്ലാഹ്. ഓരോരുത്തർ പറയും ഇൻഷാ അല്ലാഹ്. സലീം ഭായി നവംബറിൽ ഇൻഷാ അല്ലാഹ് 2 മാസത്തേക്ക് സലീം ഭായി. नवंबर में इंशाअल्लाह. माशाअल्लाह, अल्लाह बहुत कबूल फरमाए। बारक एक मुकम्मल जमात वांचे. സിറാജ് ഭായ് ഈരാറ്റുപേട്ട ഓഗസ്റ്റിൽ തയ്യാറാണ്. हर जिले वाले इरादा करो इस मस्जिद वार जमात के जोड़ से अगले मस्जिद वार जमात के जोड़ तक 1 साल में, ഈ മസ്ജിദ് വാർ ജമാഅത്തിന്റെ ജോഡ് മുതൽ അടുത്ത മസ്ജിദ് വാർ ജമാഅത്തിന്റെ ജോഡിന്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് 1 साल में पूरे सूबे की 100 जमातें। आसान है इंशाअल्लाह। 100 ജമാഅത്തുകൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പൂര ഈ കേരളത്തിൽ നിന്ന് ആവശ്യമാണ്. ഹനീഫ ഭായ് മഞ്ചേരിന്ന് 2 മാസത്തേക്ക് മാഷാ അല്ലാഹ്. ഇന്ന് മുതൽ പുറപ്പെടുന്നവരും പറഞ്ഞോളി. പറവൂരിൽ നിന്ന് മാഷാ അല്ലാഹ് ഒരു 4 മാസ ജമാഅത്ത് പുറപ്പെടുന്നുണ്ട്. നാളെ ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഓരോരുത്തരും പറയും ഇൻഷാ അല്ലാഹ്. എല്ലാ ഹൽക്കക്കാരും പറയും, ഓരോ മസ്ജിദ് വാറുകൾ പറയും, ഓരോ വ്യക്തികൾ പറയും. ഉമറുട്ടിക്ക ഇൻഷാ അല്ലാഹ് കണ്ണൂർ. ഓഗസ്റ്റിൽ ഇൻഷാ അല്ലാഹ് വസീർക്ക കോഴിക്കോട് നിന്ന് ഒരു ജമാഅത്ത്. മുജീബായി ഇൻഷാ അല്ലാഹ് ഓഗസ്റ്റിൽ മലപ്പുറത്ത് നിന്ന് ഒരു ജമാഅത്ത്. സുലൈമാൻ സാർ ഇൻഷാ അല്ലാഹ് നവംബറിൽ വിദേശം. മാഷാ അല്ലാഹ്. അബ്ദുല്ല എവിടെ സ്ഥലം? അബ്ദുള്ള നെല്ലിക്കുഴി. ഓരോരുത്തരും പറയും ഇൻഷാ അല്ലാഹ്. ഹാരിസ് ഭായ് ഷാൻ എവിടെ കൊല്ലമല്ലേ? എന്നാ ഡേറ്റ് എന്നാ? ഷാൻ കൊല്ലം ഇൻഷാ അല്ലാഹ്. ആജാബായി ഇൻഷാ അല്ലാഹ് പാലക്കാട് നിന്ന് ഓഗസ്റ്റിൽ അല്ല ഒരു ജമാഅത്ത്. മാഷാ
ഇൻഷാ അല്ലാ. ഓരോരുത്തരും പറയും ഇൻഷാ അല്ലാ. എല്ലാവരും ആരും വിട്ടുപോകണ്ട, എല്ലാവരും പറയും ഇൻഷാ അല്ലാ. നമ്മുടെ ആദ്യത്തെ മജ്‌ലിസാണ്. പുറകിലുള്ളവരും പറഞ്ഞോളൂ ഇൻഷാ അല്ലാ. हाँ 4 महीने पैदल का भी इरादा करो, अंदरून इंशाअल्लाह, अंदरून मुल्क, 4 മാസം പൈതൽ ജമാഅത്ത് നമ്മുടെ നാട്ടിൽ പരിശ്രമിക്കാൻ. अंदरून सूबा, अंदरून मुल्क, सूबे में भी मुल्क में. ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ ഇവിടെയും എവിടെയാണെങ്കിലും റൂട്ട് അനുസരിച്ച് ഇൻഷാ അല്ലാ 4 മാസം പൈതൽ ജമാഅത്ത് തയ്യാറുള്ളവർ പറയും. फरमाए अपने सूबे में पैदल जमातें चलाएंगे. നമ്മുടെ നാടുകളിൽ പൈതൽ ജമാഅത്ത് പുറപ്പെടാൻ തയ്യാറുള്ളവർ പറയും ഇൻഷാ അല്ലാ. പൈതൽ ജമാഅത്തിന്റെ മഹത്വം നമ്മൾ കേട്ടു. പറയും ഇൻഷാ അല്ലാ. സെപ്റ്റംബറിൽ ഇൻഷാ അല്ലാ എടത്തലയിൽ നിന്ന് ഒരു പൈതൽ ജമാഅത്ത്, സെപ്റ്റംബർ അൻസിഫിന്റെ പൈതൽ ജമാഅത്ത് ഇൻഷാ അല്ലാ. അച്ചോട്ടെ, സെപ്റ്റംബറിൽ ഇൻഷാ അല്ലാ തൊടുപുഴയിൽ നിന്ന് ഒരു പൈതൽ ജമാഅത്ത്, അച്ചോണന്റെ ഉത്തരവാദിത്തം. ഓരോ ജില്ലക്കാർ പറയും ഇൻഷാ അല്ലാ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ട്. ഓരോ ജില്ലക്കാരും പറയും. അബിൻസിന്റെ പല്ലാരും മകരത്തുന്ന പൈതൽ ജമാഅത്ത് 4 മാസം മാഷാ അല്ലാ. കോഴിക്കോട് ജില്ലക്കാർ പറയാൻ അൻസാറും ഇൻഷാ അല്ലാ അനസും ഇൻഷാ അല്ലാ പായപ്പാടിൽ നിന്ന് 4 മാസം ജമാഅത്ത് സെപ്റ്റംബറിൽ മാഷാ അല്ലാ. സിറാജ് ഭായ് ഈ ജമാഅത്തിൽ തന്നെ മാഷാ അല്ലാ. സിറാജ് ഭായ് പായിപ്പാടിൽ നിന്ന് ഒരു 4 മാസം ജമാഅത്ത് പൈതൽ. ബാക്കിയുള്ളവർ പറയും ഇൻഷാ അല്ലാ. ഓരോ ജില്ലക്കാർ പറയും. കോഴിക്കോടുകാർ പറയും, മലപ്പുറംകാർ പറയും, കണ്ണൂരുകാർ പറയും, ഈ കോട്ടയംകാർ പറയും, എറണാകുളം ജില്ലക്കാർ പറയും. ആരും പോവല്ലേ ഇരിക്കി. അതിനുശേഷം മഷൂർ ഉണ്ടായിരിക്കുന്നതാണ്. ആരും പോവല്ലേ, പേര് പറഞ്ഞ ആൾക്കാരോ അല്ലെങ്കിൽ ആരും പുറത്തേക്ക് പോവല്ലേ, എല്ലാവരും മജ്‌ലിസിലേക്ക് കയറി വന്നിരിക്കും ഇൻഷാ അല്ലാ. എല്ലാവരും വരും ഇൻഷാ അല്ലാ. കയറുന്നിരിക്കും. നമ്മുടെ പ്രധാനപ്പെട്ട മഷൂറ നടക്കാനുണ്ട് തഷ്കീലിന് ശേഷം. നമ്മുടെ 6 മാസത്തെ മുമ്പോട്ടുള്ള വിഷയങ്ങളെ പിക്ക് ചെയ്യുന്ന വലിയ മഷൂരുണ്ട്. കാരണം എല്ലാവരും വരും ഇൻഷാ അല്ലാ. ഓരോ ജില്ലക്കാർ പറഞ്ഞോളി പേരുകൾ. अब चिल्ले वाले भी बोले, चिल्ले की जमातें बोले, इनफरादी भी बोले, अफराद भी बोले, जमातें भी बोले. 40% തയ്യാറുള്ളവർ പറയും ഇൻഷാ അല്ലാ. ഒറ്റക്കൊറ്റ ഇൻഫ്രാദിയും പറ, ജമാഅത്തുകളും പറ, ജമാഅത്തുകൾ പേര് പറ. ഓരോ നാടുകളിൽ നിന്ന് ജമാഅത്തുകൾ പറയും. സക്കീർ ഇൻഷാ അല്ലാ ഈരാറ്റുപേട്ട ഓരോ ഡിസ്ട്രിക്റ്റുകളും പറയും ചില്ല ജമാഅത്തുകൾ. സാറിന്റെ ഈരാറ്റുപേട്ട, माशाअल्लाह. ഓരോ ആൾക്കാർ ഓരോ ജമാഅത്ത് ഇൻഷാ അല്ലാ. മുസമ്മൽ ഈരാറ്റുപേട്ട, 40 ജമാഅത്തുകളുടെ പേര് പറയും ഇൻഷാ അല്ലാ. അബീസ് ഈരാറ്റുപേട്ട. जिले वाले भी बोलो, हमारे ഓരോ जिले से ജില്ലകളും പറയും 5 जमातें 10 जमातें हमारे जिले से फलां तारीख को, इस तरह खड़े होके बोलो. പുറപ്പെടാൻ തയ്യാറുള്ള മാസങ്ങളും പറയും. നമ്മുടെ ജില്ലകളിൽ നിന്ന് 5 ജമാഅത്ത്, നമ്മുടെ ജില്ലയിൽ നിന്ന് 10 ജമാഅത്ത്, ആ രീതിയിൽ പറയും. ഓരോ ആൾക്കാരും എഴുന്നേൽക്കും. तारीखें भी बताएं. अफराद भी बोले, इनफरादी. സലീം ഭായിയുടെ കൂടെ കായംകുളത്ത് നിന്ന് ഒരു ജമാഅത്ത് എന്നത്തേക്കാ